Hello everyone, good evening. എല്ലാവർക്കും എന്നെ കാണാനും കേൾക്കാനും ഒക്കെ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. വിസിബിൾ ആണല്ലോ? ഗുഡ് ആഫ്റ്റർനൂൺ, സോറി ഗുഡ് ഈവനിങ് അല്ല കേട്ടോ, ഗുഡ് ആഫ്റ്റർനൂൺ. വെൽക്കം, എല്ലാവർക്കും വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഇന്ന് ഡിസ്ക്രിപ്റ്റീവിന്റെ സെഷൻ ചെയ്യാം കേട്ടോ. അപ്പൊ ഇന്നും വെൻസ്ഡേയും കൂടെ നമ്മൾ ഡിസ്ക്രിപ്റ്റീവിന്റെ സെഷനാണ് ചെയ്യാൻ പോകുന്നത്. റീഡിംഗ് കോംപ്രഹെൻഷൻ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്കാണ് റീഡിംഗ് കോംപ്രഹെൻഷൻ. 2 വർഷം മുമ്പ് എക്സാമിന് ആദ്യമായിട്ട് റീഡിംഗ് കോംപ്രഹെൻഷൻ ഡിസ്ക്രിപ്റ്റീവിൽ വന്ന് 2 വർഷം മുമ്പുള്ള 2021 ഫെബ്രുവരിയിലെ എക്സാമിന് 27 ഫെബ്രുവരിയിലെ എക്സാം 2021. അപ്പൊ അവിടെ വന്ന ക്വസ്റ്റ്യനിൽ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരിക്കുന്ന 10 ചോദ്യങ്ങളായിരുന്നു. ആ 10 ചോദ്യങ്ങളും വിത്തൗട്ട് എനി ഓപ്ഷൻസ് ആണ്. അത് ആദ്യമേ മനസ്സിലുണ്ടായിരിക്കണം. നമുക്ക് ചോദിച്ചിരിക്കുന്ന ചോദ്യം 10 ചോദ്യമായിരിക്കാം, ഇനി വരാൻ പോകുന്ന ചിലപ്പോൾ 6 ചോദ്യമായിരിക്കും, ചിലപ്പോൾ 5 ചോദ്യമായിരിക്കും. അതൊക്കെ നമ്മുടെ ക്വസ്റ്റ്യൻ ഇടുന്നവരുടെ ബേസിസിലനുസരിച്ചിരിക്കും. അതൊക്കെ നമുക്ക് വേരി ചെയ്യാം, അങ്ങനെ കാര്യങ്ങൾ വരാം. പക്ഷെ റീഡിംഗ് കോംപ്രഹെൻഷനും പ്രൈസിയും അതുപോലെ എസ്സേ ആണ് നമുക്ക് ചോദിക്കുക. അത് നിർബന്ധമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി അതിലൊരിക്കലും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് അല്ല, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഡിസ്ക്രിപ്റ്റീവ് ഒരിക്കലും മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങൾ വരില്ല. കാരണം നമ്മുടെ ഓൺ വേർഡ്സിൽ നമ്മൾ എഴുതുക എന്നുള്ളതാണ്. അതുപോലെ നിങ്ങൾക്ക് അത് മനസ്സിലായി, നിങ്ങളുടെ റീഡിംഗ് എബിലിറ്റി, നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്, കോംപ്രിഹെൻഷൻ അല്ലെ, നിങ്ങളുടെ കോംപ്രിഹെൻസീവ് സ്കിൽസ് എന്തൊക്കെയുണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് തരുന്നത്. അതുപോലെ തന്നെ അതിന്റെ അതേ സാധനമാണ് ഞാൻ ഈ റീഡിംഗ് കോംപ്രിഹെൻഷൻ കുറച്ചുകൂടി പ്രൈസി ആയിട്ട് കണക്ട് ചെയ്തെടുക്കും. പ്രൈസി വരുമ്പോഴും റീഡിംഗ് കോംപ്രിഹെൻഷൻ വരുമ്പോഴും രണ്ടും പാസേജ് അല്ലെങ്കിൽ ആർട്ടിക്കിൾ ആണ് തരിക. അതിൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ ശ്രദ്ധിച്ചു, പ്രൈസിയുടെ റെക്കോർഡ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം, ബേസ്ഡ് ഓൺ ദ ഓതേഴ്സ് വ്യൂ, ഓതറിന്റെ വ്യൂ അനുസരിച്ചാണ് പ്രൈസ് നമ്മൾ എഴുതുക. ഇവിടെ പക്ഷെ ഓതർ പറഞ്ഞല്ലാതെ പുതിയൊരു സാധനം നമ്മൾ എഴുതില്ല. ഓതറിന്റെ പെർസ്പെക്റ്റീവ് തന്നെ ഇവിടെയും റീഡിംഗ് കോംപ്രിഹെൻഷൻ നമ്മൾ എഴുതാം. പക്ഷെ ഓതർ എഴുതി വെച്ചതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റി, നിങ്ങളുടെ റീഡിംഗ് എബിലിറ്റി വെച്ച് നിങ്ങൾക്ക് അതിൽ നിന്ന് എന്ത് ഇൻഫർ ചെയ്യാൻ പറ്റി, അത് എഴുതുക എന്നുള്ളതാണ് റീഡിംഗ് കോംപ്രിഹെൻഷനിലെ ക്വസ്റ്റ്യൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുക. ആ എഴുതി വെക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താ വെച്ചാല്, നിങ്ങളുടെ ഓൺ വേർഡ്സിൽ എഴുതണം. ഓതർ എഴുതിയിരിക്കുന്ന അതേ സാധനം പക്ക അതേ ക്വസ്റ്റ്യന്റെ ആൻസർ അവിടെ ഉണ്ട്, ആ പാസേജിലുണ്ട്. ഓക്കെ, ഞാനത് കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചേക്കാം. മീൻസ് അതേ സാധനം അങ്ങ് എഴുതിയേക്കാം. എഴുതരുത്, അങ്ങനെ എഴുതിയ മാർക്ക് അവിടെ കിട്ടില്ല. അത് വളരെ ഇമ്പോർട്ടന്റ്. പലയിടത്തും നിങ്ങൾ കണ്ട പല വീഡിയോസിലും പല രീതിയിലും ആൾക്കാർ പറഞ്ഞു തന്നെ എഴുതുന്നതിൽ ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതായിട്ടുണ്ട്. ഇല്ല, നിങ്ങൾക്കത് പ്രീവിയസ് ക്വസ്റ്റ്യനിൽ നിന്നേ മനസ്സിലായി കാണും. അതൊരിക്കലും വരില്ല. ആൻസർ എപ്പോഴും വരുന്നത് എങ്ങനെയായിരിക്കും, സ്വന്തമായിട്ട് നമ്മൾ ആൻസർ എഴുതണം, അത് വായിച്ചതിന് ശേഷം, ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം. അങ്ങനെ. അപ്പൊ റീഡിംഗ് കോംപ്രിഹെൻഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പൊ ഇൻട്രോ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. റീഡിംഗ് കോംപ്രിഹെൻഷനെ അല്ലെങ്കിൽ ഷോർട്ട് ഫോമിൽ വിളിക്കും RC എന്ന് വിളിക്കും. റീഡിംഗ് കോംപ്രിഹെൻഷൻ SSCക്ക് ചോദിക്കാറുണ്ട്, ബാങ്ക് എക്സാമിന് ചോദിക്കാറുണ്ട്, നമ്മുടെ LPUP അസിസ്റ്റന്റ് എക്സാമിന് ചോദിക്കാറുണ്ട്, PSCയുടെ ചില എക്സാമുകൾക്ക് ചോദിക്കാറുണ്ട്, ചില എക്സാമുകൾക്ക് വളരെ റെയറസ്റ്റ് ആയിട്ട്. അവിടെയൊക്കെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ. ബാങ്ക് എക്സാമിന് ചോദിക്കുന്നത് പോലും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. പക്ഷേ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമുകൾക്ക്, അതിപ്പോ സുപ്രീം കോർട്ട് അസിസ്റ്റന്റിൽ വന്നാലും ഹൈക്കോർട്ട് അസിസ്റ്റന്റ്, പല ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമുകളിലും വെച്ച് നോക്കുന്നത് കേരള ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിനാണ് ഏറ്റവും ഡിഫിക്കൽട്ട് ആയ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. നിങ്ങൾ പട്ന ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാം നോക്കിയാൽ, അല്ലെങ്കിൽ നിങ്ങൾ ജാർഖണ്ഡ് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാം, ഞാൻ അതെല്ലാം റിസർച്ച് ചെയ്തിട്ടുണ്ട്, അതെല്ലാം നോക്കിയാൽ നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഡിസ്ക്രിപ്റ്റീവിൽ പോലും വന്നിട്ടുണ്ട്. പക്ഷേ കേരള ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിന് അവരത് ചോദിച്ചിട്ടില്ല. അവർ ഡീറ്റെയിൽ ആയിട്ട് നമ്മളോട് നമ്മുടെ ഓതറിന്റെ ഐഡിയ നമ്മുടെ വേർഡ്സിൽ എക്സ്പ്രസ് ചെയ്യുക, ബേസ്ഡ് ഓൺ ദ ക്വസ്റ്റ്യൻ. നിങ്ങളുടെ റീഡിംഗ് എബിലിറ്റി ആൻഡ് നിങ്ങളുടെ കോംപ്രിഹെൻഷൻ സ്കിൽസ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്ന് അളക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സാം. പക്ക നിങ്ങളുടെ ജോലിയോടനുസരിച്ച് പോകുന്ന ഒരു ഡിസ്ക്രിപ്റ്റീവ് ലെവൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കഴിഞ്ഞ തവണത്തെ ക്വസ്റ്റ്യന് ചോദിച്ചിരുന്നത്. ഇത്തവണ അതേപോലെ അല്ലെങ്കിൽ ആ ഒരു ലെവല് തന്നെ ആയിരിക്കും. പക്ഷെ ബേസ്ഡ് ഓൺ ദ ക്വസ്റ്റ്യൻ നമ്പേഴ്സ് കുറയ്ക്കാം. കാരണം കഴിഞ്ഞ തവണ 10 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഭയങ്കര ടൈം കൺസ്യൂമിങ് ആയിരുന്നു എന്ന് കുട്ടികൾ പലരും പരാതി പറഞ്ഞു. ചിലപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ 5 ആക്കാം, അങ്ങനെ ഒരു ലെവലിൽ വേണമെങ്കിൽ അവർക്കൊന്ന് മാറ്റം വരുത്തേക്കാം. അത്രേ ഉണ്ടാവുള്ളേ. അതല്ലാതെ സെയിം രീതിയിൽ തന്നെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക, അതിലൊരു ഡൗട്ടും ഇല്ല. ആ കാര്യം നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്താണ്. ഐ എം ജസ്റ്റ് റിമൈൻഡിങ് യു ഓൾ ദീസ് തിങ്സ് കേട്ടോ, അതൊന്ന് ഓർമ്മപ്പെടുത്തുള്ളൂ. അപ്പൊ നമുക്ക് റീഡിംഗ് കോംപ്രിഹെൻഷനിലോട്ട് പോകാലോ. അപ്പൊ എന്താണ് റീഡിംഗ് കോംപ്രിഹെൻഷൻ ഐഡന്റിഫൈ ചെയ്യാൻ ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇത്രയും നേരം ഞാൻ ഇങ്ങനെ ഘോരം പറഞ്ഞത് എന്താണ് റീഡിംഗ് കോംപ്രിഹെൻഷൻ. നിങ്ങൾക്ക് ഒരു പാസേജ് തരും, ആ പാസേജ് നിങ്ങൾ വായിച്ചു നോക്കുക. ചിലപ്പോൾ ഒരു ആർട്ടിക്കിൾ ആയിരിക്കും, ചിലപ്പോൾ ഒരു സുപ്രീം കോർട്ടിന്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും കോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം, അല്ലാതെ വളരെ സിമ്പിൾ ആയിട്ട് മരങ്ങളെ പറ്റിയോ ഭൂമിയെ പറ്റിയോ അങ്ങനെയൊന്നും അല്ല വരുന്നത്. അത് നിങ്ങൾ ആദ്യമേ ശ്രദ്ധിച്ചോളൂ കേട്ടോ. സീരിയസ് ടോപ്പിക് ആയിരിക്കും. എന്തെങ്കിലും ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റി സുപ്രീം കോർട്ടിന്റെ ഇതിലല്ല, കോർട്ടിന്റെ അപ്പീൽ നിന്നുള്ളത്, അല്ലെങ്കിൽ ഒരു ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റിയാണ് ടോപ്പിക് വരുന്നെങ്കിൽ പോലും അതൊരു ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ട പോലെ
ഗ്ലാസ്ഗോ സമ്മിറ്റിൽ ഡിസ്കസ് ചെയ്ത കുറച്ച് കാര്യങ്ങളെ പറ്റിയോ അങ്ങനെ എന്തെങ്കിലും സീരിയസ് ആയിട്ടോ ടോപ്പിക് ബേസ്ഡ് ഓൺ സീരിയസ് എന്താ പറയാ ആർട്ടിക്കിൾ അത് ബേസ്ഡ് ആയിരിക്കും ചോദ്യങ്ങൾ വരാം. അപ്പൊ ആ പാസേജ് അല്ലെങ്കിൽ ആർട്ടിക്കിൾ സീരിയസ് ആയ കാര്യങ്ങളെ പറ്റിയായിരിക്കും. കാരണം ഹൈക്കോർട്ട് ലെവൽ എക്സാം എപ്പോഴും അങ്ങനെയാണ്, സീരിയസ് ടോപ്പിക്കുകൾ റിലേറ്റഡ് വരിക, ചെറിയ ഭൂമി പ്രകൃതി അങ്ങനത്തെ സാധനങ്ങളൊന്നും വരില്ല. അതുകൊണ്ട് തന്നെ ആ ലെവലിൽ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ച് പോകാൻ പാടില്ല. ചിലപ്പോൾ നമുക്ക് ഡിസ്ക്രിപ്റ്റീവില് നെറേറ്റീവ് ലെവലിലുള്ള ചോദ്യങ്ങളും വരാം കേട്ടോ. അതായത് ഒരു കഥ പോലെ, ഒരാളുടെ ജീവിതകഥയൊക്കെ പോലെ. ഇപ്പൊ നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ നമ്മുടെ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ, അല്ലെങ്കിൽ നമ്മുടെ മഹാത്മാഗാന്ധിയെ പറ്റിയോ, അല്ലെങ്കിൽ നെൽസൺ മണ്ടേലെ പോലെ, അവരെ പോലെയുള്ള ഏതെങ്കിലും നല്ല എന്താ പറയാ ആക്ടിവിസ്റ്റുകൾ, ശരിക്കും മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി പ്രവർത്തിച്ച ആക്ടിവിസ്റ്റുകളുടെ ലൈഫ് എക്സ്പീരിയൻസിലൂടെ വേണമെങ്കിൽ അങ്ങനെ കൊണ്ടുപോകാം. ലൈഫ് എക്സ്പീരിയൻസ് മാത്രം, അതും സീരിയസ് ആയ ടോപ്പിക്കാണ്, അങ്ങനെയും വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ അങ്ങനെ ലെവലിൽ ചോദിക്കും. അല്ലെങ്കിൽ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഓൾറെഡി ഞാനത് പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ക്വസ്റ്റ്യൻ പേപ്പറിനെ ഞാൻ കാണിച്ചു തന്നു കഴിഞ്ഞ നമ്മുടെ യൂട്യൂബ് സെഷനിലൊക്കെ ഞാനത് കൃത്യമായിട്ട് പറഞ്ഞു. പ്ലേലിസ്റ്റിൽ ഒന്ന് പോയി നോക്കണം കേട്ടോ, കാണാത്തവര്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ട്. അതാണ് അത്. അപ്പൊ പാസേജ് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആർട്ടിക്കിൾ ആയിട്ട് ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ, പ്രൈസി പോലെ തന്നെ ഒരു ചെറിയ തന്നു കഴിഞ്ഞിട്ട് ഇവിടെ നിങ്ങളോട് 5 അല്ലെങ്കിൽ 6, 7 ഓർ 10 വരെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ആ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ചിലപ്പോൾ സെയിം ക്വസ്റ്റ്യൻ തന്നെ. കഴിഞ്ഞ തവണത്തെ എക്സാമിന്റെ 2 ക്വസ്റ്റ്യൻ ഒരേ സാധനം, ഒരേ ആൻസർ വരുന്ന 2 ക്വസ്റ്റ്യൻ ചോദിച്ചു. അത് രണ്ടും 2 ലെവൽ ആൻസർ എഴുതേണ്ട രീതിയിലുള്ളതായിരുന്നു. അപ്പോൾ അങ്ങനെയും ചോദ്യങ്ങൾ വരാൻ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ആ ലെവലിലും നിങ്ങളെ പ്രിപ്പയർഡ് ആക്കണം, നിങ്ങളുടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള അറിയാനുള്ള രീതിയിലുള്ള ചോദ്യങ്ങളായിരുന്നു. അപ്പം അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരെണ്ണമാണ് നമ്മുടെ റീഡിംഗ് കോംപ്രിഹെൻഷൻ അല്ലെങ്കിൽ RC എന്ന് പറയുന്ന സാധനം. ഇതില് മൾട്ടിപ്പിൾ ചോയ്സ് അല്ല, അതായത് നിങ്ങൾക്ക് ഓപ്ഷൻസ് ഇല്ല. അത് ഞാൻ പിന്നെ എടുത്തെടുത്ത് പറയാണ്, ഓർമ്മിച്ചു വെച്ചോളൂ, നിങ്ങളുടെ ഓൺ വേർഡ്സിൽ എഴുതുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ്സിലും നമ്മൾ വൊക്കാബുലറി പഠിച്ചപ്പോൾ സെന്റൻസ് ഫ്രെയിം ചെയ്യൂ ഞാൻ പിന്നെ റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം സെന്റൻസ് ഫ്രെയിം ചെയ്യുമ്പോൾ ഗ്രാമാറ്റിക്കലി ആക്യുറേറ്റ് ആയിരിക്കണം. ഇവിടെ വൊക്കാബുലറി ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങളുടെ ഗ്രാമർ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ എത്ര കൃത്യമായിട്ട് ആൻസർ എഴുതുന്നു, നിങ്ങളുടെ കൃത്യത, പ്രിസൈസ്നെസ്, അത് എത്ര കറക്റ്റ് ആണ്, നിങ്ങൾ എത്ര ആക്യുറേറ്റ് ആണ്, ആൻസറിന് ചേർന്ന് നിൽക്കുന്നു എന്നുള്ളത് അവിടെ നോക്കും. അതും ഒരു പോയിന്റ് ആണ്. അപ്പൊ ഈ ഇത്ര കാര്യങ്ങൾ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കണം. ഇനി ബാക്കി ഡീറ്റെയിൽസിലോട്ട് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് റിമൈൻഡ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ. സ്റ്റക്കായി പോയായിരുന്നോ? തിരിച്ചു വന്നോ? ഞാനൊന്ന് പറയണേ. എവിടെയെങ്കിലും സ്റ്റക്കായി പോയോ, അല്ലെങ്കിൽ തിരിച്ചു വന്നോ? എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്നുണ്ടോ? മഴയൊക്കെ ഉള്ളതുകൊണ്ടും മഴക്കാറൊക്കെ ഉണ്ട്, മഴയുണ്ട് മഴക്കാറും ഉണ്ട് കേട്ടോ, അത് വേറെ കാര്യം. അത് ഞാൻ എടുത്ത് പറയണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനി സ്റ്റക്കായെങ്കിൽ, എവിടെയെങ്കിലും മിസ് ഔട്ട് ആയെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് ചോദിച്ചാൽ മതി. ഐ റിപ്പീറ്റ് ഇറ്റ് കേട്ടോ, റിപ്പീറ്റ് ചെയ്ത് തരാം, അതിലൊരു കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ റീഡിംഗ് കോംപ്രിഹെൻഷനിലോട്ട് പോകാലോ. നേരെ പോവാണ്. വാട്ട് ഈസ് റീഡിംഗ് കോംപ്രിഹെൻഷൻ? വാട്ട് ആർ ഇറ്റ്സ് ആസ്പെക്ട്? ഒരു റീഡിംഗ് കോംപ്രിഹെൻഷനിൽ രണ്ട് ആസ്പെക്റ്റേ ഉള്ളൂ. നമ്മൾ പല കാര്യങ്ങളും പലരും പറയുമ്പോഴും നിങ്ങൾ ഒരു കാര്യം ഓർത്താൽ മതി, ആകെ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്താൽ മതി റീഡിംഗ് കോംപ്രിഹെൻഷനിൽ. എന്താണ്? ഒന്ന്, നിങ്ങൾക്ക് കിട്ടുന്ന ലിറ്റററി ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായില്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ടാവില്ലേ? ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, നമുക്കൊരു പാസേജോ ആർട്ടിക്കിളോ കിട്ടും, ആ സംഗതിയില്ലേ? ആ ടെക്സ്റ്റിനെ കോംപ്രിഹെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ് ടു ബി നോട്ടഡ്. കാരണം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ആ ടെക്സ്റ്റ്, ഇപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞ ആ ടെക്സ്റ്റ് ഉണ്ട്, ഞാൻ ഈ പറഞ്ഞ ആ ടെക്സ്റ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആ ടെക്സ്റ്റ്, നിങ്ങൾക്ക് അവിടെ കിട്ടുന്ന ആ ടെക്സ്റ്റ് നിങ്ങളെ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റണം. അതായത് ഇവിടെ കിട്ടിയിരിക്കുന്ന ആ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു പാസേജ് ആണ്. അപ്പൊ ആ പാസേജിൽ നിന്ന് നിങ്ങൾക്ക് എന്താ അവിടെ വേണ്ടത്? അവിടെ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ റീഡിംഗ് ആൻഡ് കോംപ്രിഹെൻഷൻ സ്കിൽസ് ആണ്. റീഡിംഗ് കോംപ്രിഹെൻഷൻ സ്കിൽസ് എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡിങ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി അതെന്താണെന്ന് ഐഡന്റിഫൈ ചെയ്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റണം. സോ റീഡിംഗ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് സ്കിൽസ് ആണ് നിങ്ങൾ ഇവിടെ ചെക്ക് ചെയ്യുന്നത്. സോ ആദ്യം ടെക്സ്റ്റ് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റുക, അതായത് വായിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ആർട്ടിക്കിൾസ് ഒക്കെ എപ്പോഴും നിങ്ങളെ കൊണ്ട് ഇങ്ങനെ നിർബന്ധമായിട്ട് അത് നോക്കണേ, ശ്രദ്ധിക്കണേ എന്നൊക്കെ പറയും കേട്ടോ. സെൽഫായിട്ട് ഇതാക്കി നമ്മളത് കൃത്യമായിട്ട് വായിച്ച് പൊക്കോണട്ടോ റെഗുലർ ബേസിസിൽ തന്നെ. അതാണ് ടെക്സ്റ്റ് കോംപ്രിഹെൻഷൻ. ആൻഡ് നെക്സ്റ്റ് വൺ, എപ്പോഴും നമ്മൾ വൊക്കാബുലറിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? വേറെ ഒന്നും കൊണ്ടല്ല. യെസ്, അപ്പൊ പിന്നെ എപ്പോഴും വൊക്കാബുലറിക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ എത്രമാത്രം വായിക്കുന്നോ അതനുസരിച്ച് നമ്മൾ ഒരുപാട് വേർഡ്സ് നമ്മൾ കേൾക്കും. ആ വേർഡ്സ് എഴുതി വെക്കാനും, അതുപോലെ ആ വേർഡ്സ് ഫെമിലിയർ ആയാലേ, എഴുതാൻ മാത്രമല്ല ഇവിടെ വായിക്കുമ്പോൾ ഈ വേർഡിന് ഈ മീനിങ് ആണ് എന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് വരും. ഓ, ഇതാണല്ലേ ഈ വേർഡിന് ഇന്ന മീനിങ് ആണ്. കാരണം ഞാൻ ഈ വൊക്കാബുലറി നേരെ പഠിച്ചിട്ടുണ്ട്. ഇത് നിങ്ങളുടെ വേർഡ് പവർ ആണ്. ഈ വേർഡ് പവർ നിങ്ങളുടെ എഴുത്തിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, അതുപോലെ നിങ്ങളുടെ റീഡിങ്ങിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും അല്ലെ? ഈ വൊക്കാബുലറി എന്തുകൊണ്ടാ? വൊക്കാബുലറി 2 ആസ്പെക്റ്റിലാണ് നമ്മൾ ഉപയോഗിക്കുക. ഒന്ന്, നമ്മുടെ റൈറ്റിങ്ങിന്. നിങ്ങൾ ഇത് നല്ല വേർഡ്സ്, ക്ലാസി ആയിട്ടുള്ള വേർഡ്സ് എഴുതുമ്പോൾ നിങ്ങളുടെ റൈറ്റിംഗ് സ്കിൽസിനാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, അവിടെ നിങ്ങൾ അങ്ങനെ
വായിക്കുന്ന ആൾക്കാർക്ക് അല്ലെ, ഇവാലുവേറ്റർക്ക് നിങ്ങളുടെ റൈറ്റിംഗ് സ്കിൽസിനാണ് നിങ്ങൾ എന്ത് ചെയ്ത് മുന്നോട്ടിട്ട് കൊടുക്കുന്നത്. നോക്കിക്കുക എൻ്റെ റൈറ്റിംഗ് സ്കിൽസ് എങ്ങനെയുണ്ടെന്ന്. നിങ്ങളുടെ വൊക്കാബുലറി അനുസരിച്ച് റൈറ്റിംഗ് സ്കിൽസ് നോക്കുക. രണ്ടാമതോ നിങ്ങളുടെ വായനയിൽ നിങ്ങൾ കോംപ്രിഹെൻസീവ് സ്കിൽ എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡിങ് സ്കിൽ കേട്ടോ. കോംപ്രിഹെൻസീവ് സ്കില്ലിനെ അളക്കാനുള്ള ഒരു കാര്യം കൂടെ. കാര്യം നിങ്ങൾ എത്ര നന്നായി വൊക്കാബുലറിയെ പറ്റി പരിചിതമാണ്, ഫെമിലിയറൈസ് ചെയ്യുന്നു, അത്രമാത്രം ഒരു പാസേജ് വായിച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റും. അതാണ് വൊക്കാബുലറിയുടെ പ്രത്യേകത. അപ്പൊ ഈ 2 കാര്യങ്ങൾ അളക്കുന്ന ഒരു കാര്യമാണ് RC. വേറെ ഒന്നുമില്ല കേട്ടോ. ഏത് പുതിയതായിട്ടൊരു കാര്യമൊന്നും പറഞ്ഞു തരുന്ന സാധനമൊന്നും അല്ല ഇത്. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. RC എന്ന് പറയുന്നത് നമുക്ക് പിന്നെ എഡിറ്റോറിയൽ വായിച്ചിട്ട് മാത്രമേ ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങളുടെ റീഡിംഗ് കോംപ്രിഹെൻഷൻ കൂടുള്ളൂ ഞാൻ ഒരിക്കലും പറയില്ല. നിങ്ങൾക്കൊരു പാരഗ്രാഫ് വായിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളൊരു ഷോർട്ട് സ്റ്റോറി വായിക്കുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്കൊരു ന്യൂസ് പേപ്പർ ക്ലിപ്പിംഗ് വായിക്കിട്ടില്ലേ, അത് വായിക്കുമ്പോഴൊക്കെ നിങ്ങളുടെ റീഡിംഗ് കോംപ്രിഹെൻഷൻ ഇത് വരുന്നത് കേട്ടോ. പിന്നെ ഈ റീഡിംഗ് കോംപ്രിഹെൻഷനെ പറ്റി എടുത്തു പറയേണ്ട ഒരു പോയിന്റ് ഉണ്ട്. എന്താ വെച്ചാൽ കഴിഞ്ഞ വർഷം എക്സാം എഴുതി നമ്മുടെ സ്റ്റുഡൻസിൽ നിന്ന് വന്ന ഒരു സജഷൻ പറഞ്ഞുതരാം. ഇത്രയുള്ളൂ അവർ പറയുന്നത്. നമ്മൾ എത്രമാത്രം ടൈം മാനേജ്മെന്റിന് സെറ്റായി പോകുന്നു അതനുസരിച്ചാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടുക എന്നുള്ളത് ശ്രദ്ധിക്കുക. കാര്യം ഇറ്റ്സ് എ റേസ് അഗൈൻസ്റ്റ് ടൈം എന്ന് അവർ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ റീഡിംഗ് കോംപ്രിഹെൻഷൻ നിങ്ങൾ ചെയ്യുമ്പോൾ അല്ലെ, നിങ്ങൾ റീഡിംഗ് കോംപ്രിഹെൻഷന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ, ഒന്ന് നിങ്ങൾക്ക് ഷോർട്ട് സ്റ്റോറീസ് വായിക്കാം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഷോർട്ട് സ്റ്റോറീസ് വായിക്കാം. എല്ലാം വായിക്കാനുള്ള സമയം ഇന്ന് സമയം കിട്ടില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒരു വെടിക്ക് 2 പക്ഷി. അതുകൊണ്ടാണ് ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾ വായിക്കാൻ പറയുന്നത്. കാരണം ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾ വായിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ന്യൂസിന്റെ ആർട്ടിക്കിൾ ക്ലിപ്പിംഗ്സും കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കുവാണെങ്കിൽ എന്താ ഗുണമെന്ന് വെച്ചാൽ, ഓൾറെഡി നിങ്ങൾക്ക് വൊക്കാബുലറിയും കിട്ടും, കറണ്ട് അഫയേഴ്സിന് കിട്ടും. അതുകൊണ്ടാണ് എഡിറ്റോറിയൽ ആർട്ടിക്കിൾ വായിക്കൂ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾ വായിക്കൂ എന്ന് പറയുന്നത്. എഡിറ്റോറിയൽ മാത്രമല്ല, ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾ കേട്ടോ. ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് അവിടെ കിട്ടി. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വായന നടന്നു. ഒരു വെടിക്ക് 3-4 പക്ഷി ഒറ്റയടിക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അതാണ് ഞാൻ ഈ ഷോർട്ട് സ്റ്റോറീസിനേക്കാളും കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കാൻ എഡിറ്റോറിയൽ ആർട്ടിക്കിൾസിനെ പറയുന്നത്. അപ്പൊ നമുക്ക് ഡിസ്ക്രിപ്റ്റീവിന് മൊത്തത്തിൽ കവർ ചെയ്യാൻ പറ്റുമല്ലോ, അതിനുവേണ്ടിയിട്ടാണ് ഇത് ചെയ്യാൻ എന്ന് പറയുന്നത്. അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചോളൂ. പിന്നെ ഈ പറയുന്ന ആർട്ടിക്കിൾസോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ഈ ലീഗൽ ആയിട്ടുള്ള എന്തെങ്കിലും പെർസെപ്റ്റുകൾ കേട്ടോ, എന്തെങ്കിലും ലീഗൽ ആയിട്ടുള്ള ന്യൂസുകൾ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ വായിച്ചിരിക്കണം. കാരണം അവിടെ നമ്മൾ ലീഗൽ വൊക്കാബുലറിയും കൂടെ കിട്ടി. ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്തോണ്ട് റീഡിങ്ങിൽ ഇപ്പൊ തന്നെ ചെയ്താൽ മതി. ഇപ്പൊ ഇതുവരെ തുടങ്ങാത്തവർ ഇന്ന് തുടങ്ങിയാൽ മതി, ഒരു കുഴപ്പമില്ല. പക്ഷെ ചെയ്യണം, അതൊരു കൺസിസ്റ്റന്റ് ആയിട്ട് തുടങ്ങണം. അത് ഇന്ന് ചെയ്തിട്ട് നാളെ ചെയ്യാതിരിക്കുകയല്ല, ഇന്ന് ചെയ്യുക. എത്ര കുറച്ച് വായിക്കാൻ പറ്റുള്ളെങ്കിലും കുഴപ്പമില്ല. ഡെയിലി ബേസിൽ ഒരു കുറച്ചെങ്കിലും വായിച്ച് നിങ്ങളതിനെ ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് പോവാട്ടോ. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വെച്ചാൽ ഇങ്ങനെ വായിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക, നിങ്ങളുടെ റീഡിംഗ് സ്കിൽ എപ്പോഴും അറിയാലോ, ഈ ഇത്രയും വായിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ റീഡിംഗ് സ്കില്ലിനെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുക. അപ്പൊ റീഡിംഗ് സ്കിൽ ഒന്ന് ഫോക്കസ് ചെയ്യുന്നു. പിന്നെയോ നിങ്ങൾ ഇത് വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും, എത്രമാത്രം ഫെമിലിയർ ആവുന്നു അത്രമാത്രം നിങ്ങൾക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കൊരു വേർഡ് ഫെമിലിയർ ആണെങ്കിൽ അത്ര സമയം വായനയിൽ നിങ്ങൾ പോവില്ല. ഒരു വേർഡ് പരിചിതമാണെങ്കിൽ ആ വായനയിൽ അത്ര സമയം പോവില്ല. അപ്പൊ ടൈം മാനേജ്മെന്റ് അവിടെ സെറ്റായേ, അത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. പിന്നെയോ ഓഫ് കോഴ്സ് വേർഡ് പവർ അല്ലേ, വൊക്കാബുലറി വായിക്കുമ്പോൾ നിങ്ങളുടെ വേർഡ് പവർ കിട്ടും അല്ലേ, ഒരുപാട് വൊക്കാബുലറി കിട്ടും. പിന്നെ ഒരു കാര്യം ഞാൻ എപ്പോഴും പറയാം, നോട്ട് ഇറ്റ് ഡൗൺ. നോട്ട് എ ബെന അല്ലെ, നോട്ട് വെൽ എന്ന് പറയില്ലേ, നോട്ട് എ ബെന നമ്മുടെ ലീഗൽ വേർഡാണ്, ലീഗൽ ഫ്രേസ്. നോട്ട് വെൽ കിട്ടുന്ന ആ വേർഡ്സ് ഒക്കെ ഒരു എടുത്ത് നോട്ട് ചെയ്ത് വെച്ചാൽ, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, അത് നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ളത്. നോട്ട് ചെയ്ത് വെക്കുമ്പോൾ എങ്ങനെ നോട്ട് ചെയ്യണ്ടേ, ഒരു സെന്റൻസ് ആയിട്ട് അതിനെ നിങ്ങൾ സ്വന്തമായിട്ട് സെന്റൻസ് ഫ്രെയിം ചെയ്ത് അണ്ടർലൈൻ ചെയ്ത് വെക്കുക അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്ത് വെക്കുകയോ ചെയ്യും. അപ്പൊ എന്താ ഗുണം, അപ്പൊ ആ വേർഡും പഠിച്ചു, സെന്റൻസ് ഫ്രെയിമിംഗ് പഠിച്ചു, ഒറ്റയടിക്ക് അല്ലെ, ഒരു വെടിക്ക് 2 പക്ഷി. അതാണ് ഈ പറയുന്ന കാര്യം. ഇതൊക്കെയാണ് RC നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിന്റേഴ്സ്. ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കൂടുതൽ പ്രാക്ടീസ്. അങ്ങനെയാണ് എൻ്റെ ഒരു ഇതിൽ ഞാൻ ശ്രദ്ധിക്കുന്നത് കേട്ടോ. എപ്പോഴും ആ ഒരു പ്രാക്ടീസിന് ഇമ്പോർട്ടൻസ് ആണ് ഞാൻ കൊടുക്കുന്നത്. ആ പ്രാക്ടീസ് നമുക്ക് മെയിൻ ആയിട്ട് സെറ്റ് ചെയ്തെടുക്കാം എന്നാണ് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതൊന്ന് നമുക്ക് സെറ്റാക്കി എടുക്കാം. പിന്നെ എന്താണ്, എന്തോ ഡൗട്ട് ഉണ്ടോ? കിട്ടിയായിരുന്നോ? സ്റ്റക്കാക്കിയൊക്കെ പോയല്ലോ അല്ലേ? പിന്നെ എഡിറ്റോറിയൽ സെഷൻ ഇനി ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. കാരണം ഈ ആഴ്ച മുതൽ തുടങ്ങാനിരുന്നതാണ്. പക്ഷെ നമ്മുടെ എഡിറ്റോറിയൽ വേണ്ട, നമുക്ക് ന്യൂസ് പേപ്പർ മാത്രം മതി എന്നുള്ളൊരു സജഷനിലാണ് ഇപ്പം. അതുകൊണ്ട് എഡിറ്റോറിയൽ സെഷൻ ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവാട്ടോ. കറണ്ട് അഫയേഴ്സിന്റെ കാര്യം ഞാൻ പറയാം പാർവതി. കറണ്ട് അഫയേഴ്സിന്റെ കാര്യം ഞാൻ എന്തായാലും സൂചിപ്പിക്കാം കേട്ടോ, കോർഡിനേറ്ററെ സൂചിപ്പിച്ചേക്കാം. അത് ഉറപ്പായിട്ടും ഞാൻ എന്തായാലും സജഷൻ അങ്ങോട്ട് മുന്നോട്ട് വെച്ചേക്കാം കേട്ടോ. അപ്പൊ നമുക്ക് നേരെ പോകാലോ. ഇനി കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. RC നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ടിപ്സ്. നമുക്ക് അതിന്റെ ക്വസ്റ്റനിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തിങ് ഇസ് റീഡ് ദ ക്വസ്റ്റ്യൻസ് ഫസ്റ്റ്. എപ്പോഴും ചോദ്യങ്ങൾ. നിങ്ങൾ വേഗം ആർട്ടിക്കിൾ വായിച്ചിട്ട് ക്വസ്റ്റനിലോട്ട് പോകാൻ നിന്നാൽ സമയമില്ല, നിങ്ങൾക്ക് സമയം കിട്ടില്ല, ഷുവർ ആണ്. ആദ്യം ക്വസ്റ്റ്യൻ,
അതാണ് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി. ആദ്യം ചോദ്യം ഉണ്ട്, ആ ചോദ്യം വായിക്കുക. ചോദ്യം വായിച്ചതിന് ശേഷം നിങ്ങൾ ആൻസറിലോട്ട് പോവാം. ഞാൻ എപ്പോഴും പറയും, പാത്രം അറിഞ്ഞു വിളമ്പ, എന്ത് ചോദിച്ചു അതനുസരിച്ച് എഴുതാം അല്ലെ എന്ന് പറയില്ല. അല്ലാതെ നമ്മൾ അതിൽ നിന്ന് വേറെ ഇതിലോട്ട് പോകരുത്. ചോദ്യം നോക്കുക, ചോദ്യത്തിൽ നിന്ന് ഏത് ഭാഗത്താണ് ആൻസർ കിട്ടുക എന്ന് വായിച്ചു നോക്കുക. അങ്ങനെയാണ്. സോ റീഡ് ദ പാസേജ് കെയർഫുള്ളി. നമുക്ക് കിട്ടുന്ന ഒരു പാസേജ് ഉണ്ടല്ലോ, ആ പാസേജിനെ ശ്രദ്ധിച്ച് വായിക്കുക. കാരണം നമുക്ക് കിട്ടുന്ന ആ പാസേജ് ഒരിക്കലും നമ്മൾ എന്താ പറയില്ല, ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കാര്യമുണ്ട്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കീവേഡ്സ് കിട്ടും അല്ലെ? ക്വസ്റ്റ്യനിൽ കുറച്ച് കീവേഡ്സ് കിട്ടും. ആ കീവേഡ്സ് വെച്ചിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. കീവേഡ്സ് തപ്പി നോക്ക്. ആ വേർഡ് വെച്ചിട്ട് ഇവിടെ എന്താ ഉള്ളത് ഐഡന്റിഫൈ ചെയ്യുക. എന്നിട്ട് ആ കീവേഡ്സ് വെച്ചിട്ട് ആൻസറിലോട്ട് പോവുക. അങ്ങനെയാണ് ആൻസർ തപ്പേണ്ടത് കേട്ടോ. അപ്പോൾ വെൻ യു റീഡ് പാസേജ് കെയർഫുൾ ആയിട്ട് വായിക്കണം. ഇത് രണ്ടും ഒരു ക്വസ്റ്റ്യൻ വായിച്ചിട്ട് പിന്നെ നിങ്ങൾ പാസേജ് കെയർഫുൾ ആയിട്ട് വായിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, പാസേജ് കെയർഫുൾ ആയിട്ട് വായിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, അവിടെ പോകുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. എന്താ വെച്ചാൽ ഇത് കണക്ട് ചെയ്ത് പോകുന്ന സാധനമാണ്. നിങ്ങൾ സെർച്ച് ചെയ്യാണ്. നിങ്ങൾ പാസേജിൽ നിന്ന് കീവേഡ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ രണ്ടും ഒരുമിച്ച് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. കീവേഡ്സ് സെർച്ച് ചെയ്യുന്നു, അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? സ്കിമ്മിങ്ങും സ്കാനിങ്ങും നടത്തുകയാണ്. സ്കാൻ ചെയ്യുന്നു അല്ലെ, വേണ്ട കീവേഡിന് മാത്രം സ്കാൻ ചെയ്യുന്നു. അതേ സമയത്ത് നിങ്ങൾ സ്കിം ചെയ്ത് ഓടിച്ചുവിട്ടാ വായിക്കുന്നത്. ഫുള്ളി ഇരുന്ന് വായിക്കുകയല്ല ചെയ്യുന്നത്. വെൻ യു റീഡ് ഇറ്റ് കെയർഫുള്ളി സ്കിം ചെയ്ത് പോവാണ് ചെയ്യുന്നത്, വേണ്ടത് ആൻസറിന് വേണ്ടി മാത്രം. ആൻഡ് അവിടെ നിങ്ങൾക്ക് ആൻസർ കണ്ടെത്തി കഴിഞ്ഞാൽ, ആ ഒരു വേർഡ് കണ്ടെത്തി കഴിഞ്ഞാൽ, സ്ട്രെസ് ഏരിയ റിലേറ്റഡ് വിത്ത് ക്വസ്റ്റൻസ്, ആ ഏരിയ സ്ട്രെസ് ചെയ്യുക. സ്ട്രെസ് ഏരിയ ഏത് ഏരിയ എന്ന് കണ്ടുപിടിച്ചു, ഏരിയയിൽ നോക്കുക, ഏരിയയിലെ ക്വസ്റ്റൻസ് കൃത്യമായിട്ട് ഒന്നുകൂടെ അതിന് തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക, ആൻസർ ചെയ്താൽ ദാറ്റ്സ് ഓൾ കേട്ടോ. സോ ഈ വായിക്കുമ്പോൾ ഒരു കാര്യമുണ്ട്, ഇത് വായിച്ചു വിടുമ്പോൾ ചില ക്വസ്റ്റൻസ് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റൻ ഉണ്ട്, ചില ക്വസ്റ്റൻസ് ഡയറക്റ്റ് അല്ല. ചില ക്വസ്റ്റൻസ് എന്താ പറയാ, ഒന്ന് വളഞ്ഞ വഴിയിലുള്ള ചോദ്യമാകാം, ചില സമയത്ത് കോൺസെപ്റ്റ് ആകാം, തീം ആകാം, ചിലപ്പോൾ ഇൻഫറൻസ് ചോദിക്കാം. അപ്പോൾ കോൺസെപ്റ്റ് ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഓവറോൾ ഐഡിയ, ഈ പാസേജ് എന്തിനെ പറ്റിയുള്ള ഒരു ഓവറോൾ ഐഡിയ നിങ്ങൾക്ക് വേണം. അപ്പൊ അതുകൊണ്ട് അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ് പഠിക്കുക, കോൺസെപ്റ്റ് മനസ്സിലാക്കുക. റീഡ് അഗൈൻ ദ ക്വസ്റ്റ്യൻ അല്ലെ, കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെയും വായിക്കണം കേട്ടോ. റീഡ് അഗൈൻ ഇല്ലെങ്കിലുണ്ടല്ലോ, അവിടെ ഞാൻ പഠിച്ചു, ഞാൻ കഴിഞ്ഞു, ഇനി ഞാൻ ഇതാക്കുന്നില്ല. ഇല്ല, നേരത്തെ പറഞ്ഞ പോയിന്റ് ഇല്ലേ, നേരത്തെ പറഞ്ഞ ആ ഒരു പോയിന്റോട് നിങ്ങൾ തിരിച്ചു വരണം. നേരത്തെ നമുക്കറിയാം, നമ്മൾ വായിച്ചിരുന്നു, ആ വായിച്ച കാര്യത്തോട് തിരിച്ചു വരിക, ഒന്നുകൂടെ റീഡ് അഗൈൻ അല്ലെ. റെഫർ ബാക്ക് ടു ദ പാസേജ്, റീഡ് അഗൈൻ ആൻഡ് റെഫർ ബാക്ക് ടു ദ പാസേജ്. വായിക്കുക, എന്നിട്ട് ഒന്നുകൂടെ എന്ത് ചെയ്യുക, റെഫർ, ഈ പറഞ്ഞ കാര്യം കറക്റ്റ് ആണോ ഒന്ന് റെഫർ ചെയ്യുക. ഞാൻ അതിനെ കമ്പയർ ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞേ, റെഫർ ബാക്ക് ടു ദ പാസേജ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ലാസ്റ്റ് സ്റ്റെപ്പ് ആണ്, പക്ഷെ അത് വളരെ ഇമ്പോർട്ടൻ്റ്. അത് കൃത്യത, അവിടെയാണ് ആക്യുറസി. ഞാൻ പറഞ്ഞ ആൻസർ നിങ്ങൾ പ്രിസൈസ് ആണോ, നിങ്ങൾ എഴുതുന്ന ആൻസർ കറക്റ്റ് ആണോ, അതോ നിങ്ങൾ ചുമ്മാ ഇവർ പറയുന്ന അനുസരിച്ച്, അല്ലെങ്കിൽ ഇവിടെ എന്തോ കണ്ടു എന്തോ എഴുതി വെച്ചു, പ്രിസൈസ് അല്ലാതെ, നിങ്ങൾ വെറുതെ ആക്യുറേറ്റ് അല്ലാതെ ആണോ എഴുതുന്നത് എന്നുള്ളത് നോക്കാൻ. പ്രിസൈസ് ഓർ ആക്യുറേറ്റ് കേട്ടോ. ആൻസർ നിങ്ങൾ ടു ദി ക്വസ്റ്റ്യൻ ആണോ എഴുതുന്നത്, ടു ദി പോയിന്റ് ആണോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നുകൂടെ ക്വസ്റ്റ്യൻ നോക്കണേ എന്ന് പറയുന്നത്. കാരണം സാധാരണ റീഡിംഗ് കോംപ്രിഹെൻഷൻ പോലെ എളുപ്പമല്ല നമ്മുടെ ഹൈക്കോർട്ട് ലെവലിലെ റീഡിംഗ് കോംപ്രിഹെൻഷൻ. ഞാൻ ഓൾറെഡി പറഞ്ഞു, നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ അല്ല, നിങ്ങൾക്ക് അവിടെ ഓപ്ഷൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് ആൻസർ കണ്ടുപിടിക്കണം. ദാറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് ടാസ്ക്. അത് വലിയ ഇമ്പോർട്ടൻറ്റ് ടാസ്ക് തന്നെയാണ്. സോ അതൊന്ന് ശ്രദ്ധിക്കുക. കാരണം അത്ര ചില്ലറായിട്ട് തന്നെ കരുതുന്നുണ്ടാ, ആവശ്യത്തിന് നമ്മൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത്. യെസ്, 8-12 കൂടെ ഉണ്ടാവുന്നത് ആണ് മാം നല്ലത്, അല്ലാതെ നമ്മൾ തന്നെ അത് വായിച്ച് സെറ്റ് ചെയ്യാൻ എത്രത്തോളം ശരിയാകും എന്നറിയില്ല. ഓക്കെ, അത് ഞാൻ സജഷൻ പറയാം എന്നേ എനിക്ക് തോന്നുള്ളൂ. കാരണം നമ്മൾ കുറേ എഡിറ്റോറിയൽ സെഷൻ ആയില്ലേ, ഇല്ലെങ്കിൽ ടോപ്പിക് തീരില്ല എന്നൊരു പരാതി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് തന്നെ തീരുമാനിച്ചൊരു കാര്യമാണ് ഇനി എഡിറ്റോറിയൽ വേണ്ട എന്നുള്ളത്. അങ്ങനെയാണ് സെറ്റ് ആക്കിയേക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിപ്പം ഡിസ്ക്രിപ്റ്റീവ് എടുത്തു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യത്തിലോട്ട് നോക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. ഇപ്പൊ അങ്ങനെ ഒരു ലെവലിലാണ് പോകുന്നത്. എന്താണുള്ള കാര്യങ്ങളെന്ന് ഞാൻ അറിയിക്കാം കേട്ടോ. സോ മൂവിങ് ഓൺ, അടുത്തോട്ട് പോകാം. നമുക്ക് വായിച്ച് ടോപ്പിക് മനസ്സിലായാലും എന്താന്ന്, ക്വസ്റ്റ്യൻസ് വായിക്കുക, കീവേഡ് കിട്ടി, അവ പാസേജിലോട്ട് പോയി നോക്കുക, സെർച്ച് ചെയ്യുക, സ്കാൻ ചെയ്യുക, സ്കിം ചെയ്യുക, എന്നിട്ട് സ്ട്രെസ് കൊടുക്കുക. ആ ഏരിയ സ്ട്രെസ് കൊടുത്തിട്ട് ക്വസ്റ്റ്യൻ വെച്ചിട്ട് കമ്പയർ ചെയ്യണം. കോൺസെപ്റ്റ് മനസ്സിലാക്കി കമ്പയർ ചെയ്യുന്നു, റീഡ് അഗൈൻ, റെഫർ ബാക്ക് ടു ദ പാസേജ് എന്നിട്ട് ആൻസർ ചെയ്താൽ. അത് പെട്ടെന്നൊരു പ്രൊസീജിയർ ആയിരിക്കും. ഈ പറയുന്ന 7 സ്റ്റെപ്പ് കടന്ന് അങ്ങനെ നടക്കാനുള്ള സമയം നമുക്കില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ സാധനം പെട്ടെന്നാണ് നമ്മൾ ചെയ്യുന്നത്, വേഗം ചെയ്യാന്നുള്ളതാണ്. ഇനി പാസേജ്, നമ്മൾ ഈ പറയുന്ന പാസേജുകളെ പറ്റിയൊക്കെ പറയുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ. ഏതൊക്കെ തരത്തിൽ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം, അത് ഇമ്പോർട്ടൻ്റ് ഒരു ആസ്പെക്റ്റാണ്. ഏതൊക്കെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം അത് ഞാനൊന്ന് പറഞ്ഞുതരാം. നമ്മൾ ആദ്യമായി നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, മുന്നോട്ട് പോകാനുള്ള ഒരു എളുപ്പമുള്ള ഇതാണ്. അതുകൊണ്ട് ആദ്യമേ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളോട് ചോദിക്കാവുന്ന ഒരു ഇതാണ് തീം ഓഫ് ദ പാസേജ് അല്ലെങ്കിൽ ടോൺ ഓഫ് ദ പാസേജ്. തീം അല്ലെങ്കിൽ ടോൺ ചോദിക്കും പാസേജിന്റെ. അപ്പം അതായത് തീം ടോൺ എന്ന് പറഞ്ഞാൽ എന്നാന്നറിയോ, നമ്മൾ ഇവിടെ എന്ത് മെയിൻ ഐഡിയ പറയണേ, എന്ത് മെയിൻ ഐഡിയ ആണ് ഇവിടെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്, ആ മെയിൻ ഐഡിയ, അതിനെയാണ് തീം അല്ലെങ്കിൽ ടോൺ ഓഫ് ദ പാസേജ് എന്ന് പറയുന്നത്. അതൊരു ചോദ്യമാണ് കേട്ടോ ചോദിക്കാം. ഇനി വാട്ട് ക്യാൻ യു ഇൻഫർ ഫ്രം ഇറ്റ് എന്ന് പറഞ്ഞൊരു ഇത് ചോദ്യം വരും. ഇൻഫറൻസേ, അതായത് ഇൻഫറൻസ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ഇതിൽ നിന്ന് നമ്മൾക്ക് കൺക്ലൂഡ് ചെയ്ത് എങ്ങനെ വരാം, എന്ത് കൺക്ലൂഷനിൽ എത്താം. ഒരു ആർഗ്യുമെന്റേറ്റീവ് പാസേജ് ആണെങ്കിൽ
essay argumentative ഉണ്ടാന്ന് പറഞ്ഞില്ലേ, അതുപോലെ argumentative passage ഉണ്ട്. അതുകൊണ്ട് എന്ത് ഇൻഫറൻസിലോട്ട് എത്താം, എന്ത് ഒരു കൺക്ലൂഷനിലോട്ട് നിങ്ങൾ എത്താം, അത് നിങ്ങളുടെ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ്ങിൽ വരുന്ന ഒരു സാധനം. ഇവിടെ ആ പാസേജിൽ മൊത്തം ആ ഇൻഫറൻസ് ആണെന്ന് അറിയോ, ഇൻഫറൻസ് കിട്ടണമെങ്കിൽ നിങ്ങൾ എൻ്റെ പാസേജ് വായിക്കണം, പാസേജ് മൊത്തത്തിൽ വായിക്കണം, എൻറ്റയർ പാസേജ്, ചുമ്മാ ഓടിച്ചു വിട്ട പേപ്പറ, എൻറ്റയർ പാസേജ് വായിക്കണം. കാരണം എൻറ്റയർ പാസേജിൽ ഇവിടെ അവർ നമ്മളെ നോക്കുന്നത് നിങ്ങളുടെ ക്രിട്ടിക്കൽ തിങ്കിങ്, നിങ്ങൾക്ക് എത്രമാത്രം ബോധത്തോട് ചിന്തിക്കാൻ കഴിവുണ്ട് എന്നുള്ളത് നോക്കാനാണ് നിങ്ങളെ കൊണ്ട് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റൻ അവർ ചെയ്യുന്നത്, ക്രിട്ടിക്കൽ തിങ്കിങ് കേട്ടോ. ഇതൊന്ന് നോട്ട് ചെയ്ത് പോണേ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ആസ്പെക്ട് ആണ്. ഇൻഫറൻസ് എന്നുള്ള ക്വസ്റ്റൻ ചോദിക്കുമ്പോൾ നിങ്ങളുടെ ക്രിട്ടിക്കൽ തിങ്കിങ് എബിലിറ്റി ആണ് ചോദിക്കുക കേട്ടോ. ഓക്കെ, ഇനി ഇതിൽ ചിലപ്പോൾ ടൈറ്റിലുള്ള പാസേജ് ആയിരിക്കും, ചിലപ്പോൾ ടൈറ്റിലുള്ള പാസേജ് ആയിരിക്കില്ല. അപ്പൊ ടൈറ്റിൽ ഇനി ഒരു നല്ല ടൈറ്റിൽ ഇടാൻ പറ്റുമോ എന്ന് ചിലപ്പോൾ ചോദിക്കും. വാട്ട് ക്യാൻ ബി എ ഗ്രേറ്റ് ടൈറ്റിൽ ഫോർ ഇറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 1 മാർക്ക് ക്വസ്റ്റൻ ചോദിക്കുകയും ചോദിച്ചു. അപ്പൊ ടൈറ്റിൽ ചോദിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാം, ടൈറ്റിൽ എവിടെ നിന്ന് കണ്ടെടുത്താം, എന്താണ് മെയിൻ ഐഡിയ നോക്കാം, ബേസ്ഡ് ഓൺ മെയിൻ ഐഡിയ. ആ മെയിൻ ഐഡിയയിൽ ബേസ് ചെയ്ത് നിങ്ങളൊരു ടൈറ്റിൽ കൊടുക്കണം കേട്ടോ. ഓൾറെഡി നമ്മൾ പ്രൈസിൽ ചെയ്യുന്നതല്ലേ, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കും നിങ്ങളോട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വരുന്നത്. ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്താം. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്താണ് RC എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് ഐഡിയ പറഞ്ഞു തന്നാണ്. ഇനി എപ്പോഴും ഓതറിന്റെ മോട്ടിവേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പ്രൈസിലും റീഡിംഗ് കോമ്പറ്റീഷനിലും കഴിഞ്ഞ തവണ പ്രൈസി പറഞ്ഞപ്പോഴും ഓർക്കേണ്ട കാര്യം ഇതാണ്, ഓതറിന്റെ പെർസ്പെക്റ്റീവ് ആണ്, നിങ്ങളുടെ ഓൺ വേർഡ്സ് ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു റീഡിംഗ് കോമ്പറ്റീഷൻ എഴുതുമ്പോൾ അല്ലെ ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താ വെച്ചാൽ, ഈ പറയുന്ന പോലെ എന്താ പറയാ, എന്ത് മോട്ടീവിലാണ് ഓതർ എഴുതുക എന്നുള്ളത് നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റും കേട്ടോ. അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റും, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പേപ്പർ 1 ഓൺലൈൻ ആണോ അതോ ഓഫ്ലൈൻ? എല്ലാം ഓഫ്ലൈൻ ആണ്. അഖില എല്ലാ എക്സാമും ഓഫ്ലൈനാണ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതാണ് കേട്ടോ. അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തോട്ട് പോട്ടോ. മോട്ടീവിലോട്ട് പോട്ടെ. ഞാൻ പറഞ്ഞ മോട്ടീവിലോട്ട് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. വാട്ട് ഈസ് മോട്ടീവ് എന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യം ഓതറിന്റെ മോട്ടീവ് എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് മോട്ടീവ്. എലിറ്റീസ് മീൻസ് എങ്ങനെയാണ് പുള്ളി കണക്ട് ചെയ്യുന്നത്, ഐഡിയാസ് എങ്ങനെ കണക്ട് ചെയ്യുന്നു, കണക്ടിങ് ഐഡിയാസ്. ഓക്കെ, അതെന്ന് വെച്ച് മനസ്സിലാക്കാൻ പറ്റും. ലൈക്ക് ഇപ്പം ഒന്നിന്റെ കൂടെ നമ്മൾ ചെയ്യുന്ന, ഞാൻ ഓൾറെഡി കോഴ്സ് ഡിവൈസ് നിങ്ങളെ പറഞ്ഞു, എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. മോർ ഓവർ, ഇപ്പൊ മോർ ഓവർ ഒരെണ്ണം കൊടുത്തുവാണെങ്കിൽ ഇത് കൂടാതെ എന്ന് പറയുമ്പോൾ ഇത് മാത്രം എനിക്ക് കുറച്ച് കാര്യങ്ങളോട് പറയാനുണ്ട്, പങ്കുവെക്കാനുണ്ട്, ആഡ് ചെയ്യാനുണ്ട്. ഓൾസോ അല്ലെ, ഓൾസോ, ഫർദർ മോർ അല്ലെ, ഇത് കൂടാതെ ഫർദർ മോർ. അപ്പോൾ ഒന്ന് കണ്ടിന്യൂറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കോഴ്സ് ഡിവൈസസ് ഒക്കെ ഉപയോഗിക്കുന്നത് കാണാൻ പറ്റും. ആഫ്റ്റർ, ഇതിന് ശേഷം എന്നുള്ള യൂസേജ്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നെക്സ്റ്റ്, ഇമീഡിയറ്റ്ലി എന്നുള്ളതൊക്കെ യൂസേജ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു കണ്ടിന്യൂറ്റി ഉണ്ട്. ഇതിന് ശേഷം ഈ ഒരു കാര്യം കൂടി ഉണ്ട്. അപ്പോൾ ഓതർ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നിങ്ങൾക്ക് എന്തിലൂടെ മനസ്സിലാവും, ഓതറിന്റെ തന്നെ റൈറ്റിങ്ങിലൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ആൻഡ് രണ്ടാമത്തെ പോയിന്റ് ഇസ് ഒന്ന് കണ്ടിന്യൂറ്റിയിലൂടെ കേട്ടോ. രണ്ടാമത് ഒപ്പീനിയനേറ്റഡ് ആയിട്ടുള്ളതാണോ എന്ന് മനസ്സിലാവും. ഓതറിന്റെ ഒപ്പീനിയനേറ്റഡ് ആയിട്ടുള്ള ഒരു എന്ത് ഒപ്പീനിയൻ ആണ് ഓതറിന്റെ ഇതിൽ വരുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഈ ഒരു എന്താ പറയാ ഇതിലൂടെ മനസ്സിലാവും എന്ത് ഒപ്പീനിയൻ ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. കാരണം വെച്ചാൽ ബേസ്ഡ് ഓൺ നമ്മുടെ ഓതറിന്റെ ബിലീഫ്സ്, അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ ദ കൺവിൻഷൻസ്, ഓതറിന്റെ ബിലീഫ്സോ അല്ലെങ്കിൽ ഓതറിന്റെ എന്താ പറയുക ഡോക്ട്രിൻസോ പ്രിൻസിപ്പിൾസോ, ഓതർ എന്ത് പ്രിൻസിപ്പിൾസിൽ ബിലീവ് ചെയ്യുന്നു എന്നുള്ളത് ഓതറിന്റെ ആർട്ടിക്കിളുടെ ഇതിൽ നിന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഓഫ് ഓതർ, അത് നമുക്കത് മനസ്സിലാവും. അപ്പം എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, അഡ്ജക്റ്റീവ്സ് ഒക്കെ നോക്കിയാൽ നമുക്ക് അതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാം കേട്ടോ. അപ്പോൾ വളരെ കോൺക്രീറ്റ് എന്നുള്ള കോൺക്രീറ്റ് ആയിട്ടുള്ള എന്താ എന്തെങ്കിലും ഒരു കാര്യത്തെ പറ്റി പറയുമ്പോൾ പിന്നെ കോൺക്രീറ്റ് വേ, അല്ലെങ്കിൽ സ്മോൾ, അല്ലെങ്കിൽ ലാർജ്, ബിഗ് എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ അഡ്ജക്റ്റീവ് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓതറിന്റെ പെർസ്പെക്റ്റീവ്. ഞാൻ കാണിച്ചുതരാം, എക്സാമ്പിൾ കാണിച്ചുതരാം. അപ്പോൾ ദർ ഇസ് എ സ്മോൾ ചാൻസ് എന്നോ, അല്ലെങ്കിൽ ദർ ഇസ് എ ടൈനി ഇങ്ങനെ ഉണ്ട് കാര്യങ്ങൾ കാണാൻ പറ്റും, അല്ലെങ്കിൽ ദർ ഇസ് എ ബിഗ് സ്കോപ്പ് ഫോർ ഇന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ ഓതർ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഓതറിന് അതിനോട് എന്ത് ഒപ്പീനിയൻ ആണ്, അതിനോട് ചേർന്ന് നിൽക്കുന്ന പോകുന്ന ഒപ്പീനിയൻ ആണോ, അല്ലെങ്കിൽ ഈ ഒരു പോയിന്റിനോട് എഗൻസ്റ്റ് ഒപ്പീനിയൻ ആണോ എന്നൊക്കെ ഓതറിന്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും. ആൻഡ് ദെൻ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ കൺട്രാസ്റ്റിംഗ് ഐഡിയാസ് കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് കൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച്
ഇത് കൊണ്ടുവരും. അപ്പോൾ നമുക്ക് അവിടെ ഇത് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ എന്തെങ്കിലും ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളോട് ഡിഫർ ചെയ്യുന്ന ഒരു കാര്യങ്ങൾ എന്തെങ്കിലും ഡിഫറൻസ് പുള്ളി പറയുന്നതിലുണ്ടോ എങ്കിൽ പുള്ളി തന്നെ ഇന്നൊരു കാര്യത്തിനോട് ഡിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഞാൻ പറഞ്ഞില്ല ഒപ്പീനിയൻ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ഡിഫറൻസ് എന്തെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് കാണാൻ പറ്റും വിത്ത് കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ഐഡിയാസ് ഒക്കെ പറഞ്ഞുകൊണ്ട് ഹവെവർ എന്ന് പറയുമ്പോൾ ഓൾഡോ അല്ലെങ്കിൽ ഈവൻ ദോ ഒക്കെ പറയുമ്പോൾ ഇതൊക്കെ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് യൂസേജസ് ആണ്. ബട്ട് പറയും, നൺതെലസ്, നെവർതെലസ് ഒക്കെ ഉണ്ട്. നെവർതെലസ്, നൺതെലസ് അതൊക്കെ എന്നിരുന്നാലും എന്നുള്ള യൂസേജ് ആണ്. അല്ലെങ്കിൽ ഡെസ്പൈറ്റ്, ഇൻ സ്പൈറ്റ് ഓഫ് അങ്ങനെയൊക്കെയുള്ള യൂസേജ് ഒക്കെ വന്ന സെയിം സംഗതി സെയിം ആണ്. ഒരേ തരത്തിലുള്ള കാര്യം പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന യൂസേജസ് ആണ്. അത് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഐഡന്റിഫൈ ചെയ്തെടുക്കാൻ പറ്റും ബേസ്ഡ് ഓൺ ഓതറിന്റെ ഒരു ഇത് കേട്ടോ രീതിയിൽ. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ അടുത്ത പെർസ്പെക്റ്റീവ് പറയാം. പിന്നെ കൺക്ലൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൺക്ലൂസീവ് ആയിട്ടുള്ള ഒരു കാര്യം കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു ഇതിലോട്ട് വരുമ്പോൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൺക്ലൂഡ് ചെയ്യുന്നത് മനസ്സിലാവുന്ന നമുക്ക് എപ്പോഴാണെന്നറിയോ? when he sums up his argument. അപ്പോൾ സമ്മിങ് അപ്പ് ചെയ്യുന്നത് ഇതൊക്കെ ക്വസ്റ്റ്യനിലേ എവിഡന്റ് ആട്ടോ. ചോദ്യങ്ങൾ തന്നെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും therefore. നിങ്ങൾക്കും ഇതേ യൂസേജ് സെന്റൻസിൽ ഉപയോഗിക്കാം. therefore, so, thus. എക്സാമ്പിൾസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതൊക്കെയാണ് എക്സാമ്പിൾസ് കേട്ടോ. നമ്മൾ ഉപയോഗിക്കാറുള്ള കുറച്ച് എക്സാമ്പിൾസ് ആണ്. thus ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു ഇൻ കൺക്ലൂഷൻ, ഓതറിന്റെ ഇതിൽ നിന്ന് ഇൻ കൺക്ലൂഷൻ, ടു കൺക്ലൂഡ് അല്ലെ, അല്ലെങ്കിൽ ടു കൺക്ലൂഡ്, ഇൻ കൺക്ലൂഷൻ, ടു സം അപ്പ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ സമ്മറൈസ്, അല്ലെങ്കിൽ ഹെൻസ് എന്നൊക്കെ പറഞ്ഞ് ഓതർ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം അത് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് നിൽക്കുക എന്ന് പറയാം. പിന്നെ ഓതറിന് ഈ പറയുന്ന ടോപ്പിക്ക് പോസിറ്റീവ് ആയിട്ടാണോ നെഗറ്റീവ് ആയിട്ടാണോ പ്രസന്റ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പോസിറ്റീവ് ഓതർ ഇതിനോട് പോസിറ്റീവ് ആയിട്ടാണോ അപ്രോച്ച് ചെയ്യുന്നത് എന്നത് മനസ്സിലാക്കാൻ ഓതർ പോസിറ്റീവ് അബ്ജക്റ്റീവ് ആയിരിക്കും ഉപയോഗിക്കുക. അപ്പൊ അബ്ജക്റ്റീവ് ബേസ് നിങ്ങൾക്ക് തന്നെ പോസിറ്റീവ് നേച്ചറിലാണോ ഓതറിനെ കൺസിഡർ ചെയ്തെന്ന് മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെയാ വെച്ചാൽ ലൈക്ക് എക്സാമ്പിൾ പറയാണ് ദിസ് ഇസ് എ പ്രൊഡക്റ്റീവ് മാനർ ആണ് എന്നൊക്കെ രീതി പറയാണ്. അല്ലെങ്കിൽ വളരെ എന്താ പറയാ അഡ്വാൻസ്മെന്റ്, ഇങ്ങനെ കുറെ അഡ്വാൻസിങ് ആയിട്ടുള്ള സ്റ്റേജ് കാണാം, അഡ്വാൻസ്മെന്റ് എന്നുള്ള വാക്ക്. അല്ലെങ്കിൽ എഫക്റ്റ് നല്ലൊരു എഫക്റ്റ് കൊണ്ടുവരാൻ പറ്റുന്നതാണ് എന്നുള്ള എഫക്റ്റീവ്. പിന്നെ ഉപയോഗിക്കുന്ന കുറച്ച് വേർഡ്സ് ആണ് ഫ്രൂഷ്യസ് അല്ലെ, ഫ്രൂഷ്യസ് എന്നുള്ള വാക്ക്, ഫ്രൂട്ട്ഫുൾ, ഫ്രൂട്ടിഷ്യസ് അങ്ങനെയാണ് ശരിക്കും ഫ്രൂഷൻ ആൻഡ് ദെൻ ഫ്രൂട്ട്ഫുൾ. പിന്നെ ഉപയോഗിക്കുന്ന വാക്കുകൾ ഗുഡ് അല്ലെ, ബെനഫിഷ്യൽ, അങ്ങനെ വാക്കുകൾ, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ കേട്ടാ. അല്ലെങ്കിൽ നെഗറ്റീവ് ഉണ്ട് കേട്ടോ, നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് പറയാം ഡിട്രിമെന്റൽ ആണ് എന്നുള്ളത് നെഗറ്റീവ് കാണിച്ചു തരാം ഞാൻ. പിന്നെ എന്താ പറയാ എഫിഷ്യന്റ് പറഞ്ഞിട്ടില്ല അല്ലെ, എഫക്റ്റീവ് പറഞ്ഞു, എഫിഷ്യന്റ്, അങ്ങനെയുള്ള അബ്ജക്റ്റീവുകളൊക്കെ കണ്ട ഓർത്ത് വെച്ചോണം. ഓതർ ഇസ് പോസിറ്റീവ് അബൌട്ട് ഇന്ന ആസ്പെക്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ അത് ഐഡന്റിഫൈ ചെയ്യാൻ നമ്മളെ പറ്റുന്നുള്ളതാണ്. ഇനി നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് അബ്ജക്റ്റീവ് അതുപോലെ ഉപയോഗിക്കുന്നുണ്ടാവും. അബ്ജക്റ്റീവ് ബേസ് ചെയ്തിട്ട് നിങ്ങൾ അതിനെ കണ്ടുപിടിക്കാൻ പറ്റുള്ള ഒന്ന് ഓർത്ത് വെച്ചോണം. ലൈക്ക് ഇത് ഡീറ്റെയിൽ കാണിച്ചു തരാം എങ്ങനെയാ ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഞാൻ എക്സാമ്പിൾ ബേസ് കാണിച്ചു തരാം കേട്ടോ. ineffective, unproductive, ഈ പറഞ്ഞ detrimental, futile, alarming, cumbersome, tedious, ഭയങ്കര കഷ്ടപ്പാടുള്ള പരിപാടിയാണ്, painstaking, അങ്ങനെയുള്ളതൊക്കെ കണ്ട നിങ്ങൾക്ക് മനസ്സിലാക്കണം ഓതർ ഇസ് നോട്ട് ഹാവിങ് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ഇറ്റ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനത്തുള്ള വേർഡ്സ് വെച്ചിട്ടാണ് അഡ്ജക്റ്റീവുകൾ വെച്ചിട്ടാണ് ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുക ഓതറിന്റെ പെർസ്പെക്റ്റീവ് ഓൺ ദീസ് ആർട്ടിക്കിളിലെ കാര്യങ്ങൾ എന്ത് ഇതിലാണ്. അപ്പൊ ഞാൻ പറഞ്ഞ മോട്ടീവാണ്, ഓതറിന്റെ മോട്ടീവ് മനസ്സിലാക്കണമെങ്കിൽ ഇങ്ങനെയുള്ള കുറച്ച് പോയിന്റേഴ്സ് ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. ഇത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി വരാണ്. പിന്നെ
ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉപയോഗിക്കാനുള്ള കാര്യം മറക്കണ്ട. ഓക്കെ, അപ്പൊ കഴിഞ്ഞ പ്രൈസ് ഞാൻ നിങ്ങളോടൊരെണ്ണം സ്വന്തം ചെയ്ത് നോക്കാൻ പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് വായിച്ച് നോക്കിയായിരുന്നു. ഞാൻ നിങ്ങളൊരു വായിപ്പിച്ചായിരുന്നു, പക്ഷെ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അതേ ആർട്ടിക്കിൾ ഞാൻ ഇന്ന് റീഡിംഗ് കോമ്പിനേഷൻ ആയിട്ട് നിങ്ങൾക്ക് കൊണ്ടുവന്നേക്കുക. ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമെന്ന് കാണിച്ചു തരാം. ആ ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ നമ്മൾ എങ്ങനെ ആൻസർ ചെയ്യും എന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. എന്തോ ചോദ്യം ഉണ്ടല്ലോ അതിൻ്റെ ഇടയ്ക്ക്. എല്ലാത്തിൻ്റെ റെക്കോർഡ് ക്ലാസ് കിട്ടും കേട്ടോ. റെക്കോർഡ് ക്ലാസ് എല്ലാത്തിനും കൊണ്ട് പേടിക്കണ്ട. ഇംഗ്ലീഷ് സിലബസ് നമ്മൾ ഏറെക്കുറെ ഏറെക്കുറെ കഴിഞ്ഞു കേട്ടോ. ഏറെക്കുറെ കഴിഞ്ഞു. ഒരു റിയാസ് നമ്മൾ ഏകദേശം ഒരു ടെൻസ് വരെ കഴിഞ്ഞില്ലേ. അപ്പോൾ വൊക്കാബുലറി ഭാഗവും നമ്മളിപ്പോൾ അത്യാവശ്യം കവർ ചെയ്ത് പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വരുന്ന പോലെ എങ്ങനെയാണ് എന്താ പറയുക, എറർ സ്പോട്ടിങ്, സെൻറ്റൻസ് ഇംപ്രൂവ്മെൻറ്റ്, അങ്ങനെ പ്രാക്ടിക്കൽ കാര്യങ്ങൾ, പാസീവ് ആക്റ്റീവ് വോയിസ് ഉണ്ട്, പിന്നെ റിപ്പോർട്ട് സ്പീച്ച് ഉണ്ട്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് ഇല്ലേ, ആ സംഗതി ഉണ്ട്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. ആൻഡ് ജെറൻഡ്, ഇൻഫിനിറ്റീവ്, അത് ഇച്ചിരി ഇമ്പോർട്ടൻറ്റ്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുള്ളൂ. അത്രേ ഉള്ളൂ. ലാസ്റ്റ് ഫൈനൽ ഇതിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ ഏകദേശം. അതെ ആരായിരുന്നു ചോദിക്കാൻ വേണ്ടി വന്നത്? അനിത. യെസ്, മാക്സിമം 2 സെന്റൻസസ് അത് മതി. 3 മാർക്കിന്റെ ക്വസ്റ്റിന് 2 സെന്റൻസ് മതി. ഇനി ഏറിപ്പോയ 3 കുഴപ്പമില്ല. 3 മാർക്കിന്റെ ഒക്കെ ആണെങ്കിലേ അത് കൂട്ടിയാൽ മതി. അത് കൂടുതൽ സെന്റൻസ് കൊടുക്കില്ല കേട്ടോ. തീം ചോദിച്ചാലും 2 സെന്റൻസ്. 1 സെന്റൻസിൽ എഴുതാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. അത്യാവശ്യം നമ്മളൊരു നമ്മൾ പറയില്ലേ, നിങ്ങളോട് ഞാൻ പറയില്ലേ, സിമ്പിൾ സെന്റൻസ് പഠിപ്പിച്ചിട്ടുണ്ട്, കോമ്പൗണ്ട് സെൻസ് പഠിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ കോംപ്ലക്സ് സെൻസ് പഠിപ്പിച്ചില്ലേ. നിങ്ങൾ അതിൽ കോംപ്ലക്സ് സെൻസ് ഒക്കെ എഴുതുവാണെങ്കിൽ 1 സെന്റൻസ് ഇസ് മോർ ദൻ എനഫ്, മതി. 2 സെന്റൻസ് എഴുതിയാലും ഓക്കെ. ഇനി നിങ്ങൾ ഷോർട്ട് സെന്റൻസ് ഒക്കെ എഴുതുന്നെങ്കിൽ, തീമൊക്കെ എവിഡന്റ് ആയിട്ട് നിങ്ങളെ കൂടെ എഴുതാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത് നിങ്ങൾക്ക് 3 സെന്റൻസ് എഴുതിയാലും കുഴപ്പമില്ല. 3 കൂടുതൽ പോകരുത് കേട്ടോ. അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് കേട്ടോ. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത്തരം കാര്യങ്ങൾ ഒരു ക്ലാരിറ്റി കിട്ടിയെന്ന് ഞാൻ വിചാരിക്കണം. സോ ലെറ്റ്സ് മൂവ്. നമ്മളപ്പോൾ പറഞ്ഞ ആർട്ടിക്കിളോട് പോകാലോ. ലെറ്റ്സ് മൂവ് ടു ദ ആർട്ടിക്കിൾ. ഞാൻ വീണ്ടും പറയുന്നു, നമ്മൾ എങ്ങനെയാണോ പറഞ്ഞത് അതുപോലെ തന്നെ പോകാം. ലെറ്റ്സ് ലുക്ക് അറ്റ് ദ ക്വസ്റ്റ്യൻസ് ഫസ്റ്റ്. നോക്കിയ ആർട്ടിക്കിൾ ഇതാണ്. അയ്യോ, ആ ആർട്ടിക്കിളിന് മുമ്പ് ഞാൻ വേറൊരു സിമ്പിൾ ആർട്ടിക്കിൾ, ഞാനൊരു സിമ്പിൾ ആർട്ടിക്കിളാണ് ഇപ്പോൾ കൊണ്ടുവന്നേക്കുന്നത്. ആദ്യം ചെയ്ത് ഇന്ന് 2 റീഡിംഗ് കോമ്പിനേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഒന്ന് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ സിമ്പിൾ ആർട്ടിക്കിൾ പോകും, പക്ഷെ സിമ്പിൾ ആണെങ്കിലും അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയ ആർട്ടിക്കിളാണ്. ഗാന്ധിജിയെ പറ്റിയൊരു ആർട്ടിക്കിളാണ്. സീരിയസ് വൺ, ഒരു ഇൻസിഡന്റ് ഇൻ ഗാന്ധിസ് ലൈഫ് കേട്ടോ. അത് ആൻഡ് ഏകദേശം വലിയൊരു ആർട്ടിക്കിളാണ്. ആൻഡ് ക്വസ്റ്റ്യൻ നോക്കാം ആദ്യം തന്നെ. Where did the first incident happen when Gandhi was attacked? Explain the occasion. അപ്പോൾ ഒരു ചോദ്യം ഇതാണ്, where did the first incident happen when Gandhi was attacked? ഗാന്ധിജിയുടെ ലൈഫിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം, ഗാന്ധിജി ഒരുപാട് തവണ പുറത്തൊക്കെ വെച്ച് അറ്റാക്ക് ചെയ്യപ്പെട്ടതിനെ പറ്റിയൊക്കെ പറയാറുണ്ട്. അപ്പൊ അതിനെപ്പറ്റി ഏകദേശം നോൺ വയലൻസ് ഗാന്ധിജി അനുഭവിച്ച, അല്ലെങ്കിൽ പുള്ളിയുടെ റെവല്യൂഷൻ ഫേസിൽ അദ്ദേഹം അനുഭവിച്ച ഒരുപാട് കാര്യങ്ങളെ പറ്റി നമ്മുടെ ആർട്ടിക്കിളിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പം അത് ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ ആർട്ടിക്കിളിൽ നമ്മൾ ചോദിച്ചിരിക്കണേ കേട്ടോ. ഇന്നത്തെ ആർട്ടിക്കിൾ വന്നിരിക്കണം. അപ്പോൾ നമ്മളിവിടെ അറിയേണ്ട പോയിന്റ് എന്ന് വെച്ചാൽ, ഈ പറയുന്ന ഗാന്ധിജിയുടെ ലൈഫിൽ എപ്പോഴാണ് ഫസ്റ്റ് അറ്റംപ്റ്റ് നടന്നേ, ആൻഡ് അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. എക്സ്പ്ലെയിൻ ദ ഒക്കേഷൻ എന്ന് പറഞ്ഞാലും വിത്തിൻ 2 ലൈൻസ് നമ്മൾ എഴുതി തീർക്കണം. അതാണ് കേട്ടോ ശരി. ഞാൻ പറഞ്ഞ ഒരു പോയിന്റ് മറക്കണ്ട. ഓദർ ചോദിച്ചിരിക്കുന്ന എക്സ്പ്ലെയിൻ ദ ആർട്ടിക്കിൾ എന്നാണെങ്കിൽ പോലും ഗാന്ധിയുടെ ലൈഫിൽ സംഭവിച്ച എന്താന്നുള്ളത് നമ്മൾ എന്തിൽ കൊടുക്കണം, വിത്തിൻ 2 ലൈൻസ് നിർത്തണം. അത് തന്നെയാണ്, വേറെ ഒന്നുമില്ല അവിടെ കേട്ടോ. അത് എപ്പോഴും ശ്രദ്ധിക്കുക. 2 അല്ലെങ്കിൽ 2ൽ കൂടുതൽ പോയാൽ 3 പറഞ്ഞില്ലേ. എക്സ്പ്ലെയിൻ ദ ആർട്ടിക്കിൾ എന്നൊക്കെയാണ് ചോദിച്ചേക്കുന്നത്, എക്സ്പ്ലെയിൻ ദ ഇൻസിഡന്റ് അല്ലെങ്കിൽ ഒക്കേഷൻ എന്നൊക്കെ കൊടുത്തിരിക്കുന്നത്. പക്ഷെ സംഭവം ഇത്രേ ഉള്ളൂ, ബേസ്ഡ് ഓൺ ഇത് നമ്മൾ പറഞ്ഞായിട്ട് പറയണം കേട്ടോ. അപ്പൊ എവിടെ വെച്ചിട്ടാണ് അത് ആദ്യം ചോദിച്ചിരുന്നത്? വേർ ഡിഡ് ദ ഫസ്റ്റ് ഇൻസിഡന്റ് ഹാപ്പൻ വെൻ ഗാന്ധി വാസ് അറ്റാക്ഡ്? എക്സ്പ്ലെയിൻ ദ ഒക്കേഷൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. സോ നമുക്ക് ഗാന്ധി ഫസ്റ്റ് എന്താ പറയുക, ഇത് ചെയ്ത് ഒക്കേഷനിലോട്ട് നമുക്ക് പോകാം. സെന്റൻസ് വായിച്ചിട്ട് ക്വസ്റ്റ്യനിലോട്ട് പോകാം അല്ലെ. നോക്കാം. നോക്കണം, നമ്മളിവിടെ കീവേഡ് എന്താ, ഗാന്ധിജിക്ക് എന്ത് പറ്റി? അറ്റാക്ക് ചെയ്യപ്പെട്ടു. ഗാന്ധി വാസ് അറ്റാക്ഡ്, അതാണ് നമ്മുടെ കീവേഡ്. അപ്പൊ ഫസ്റ്റ് ഇൻസിഡന്റ് ആണ് നമുക്ക് വേണ്ടത്. അതിന്റെ ഒക്കേഷൻ ആണ് ഇൻസിഡന്റ് മൊത്തത്തിൽ. അപ്പൊ അത് 2 നോക്കിയിട്ട് നമ്മൾ ആൻസറിലോട്ട് പോവാണേ. സോ മൂവിങ് ഓൺ ടു ദ ക്വസ്റ്റ്യൻ, പാസേജ് നോക്കാം. യെസ്, പാസേജ്. In Gandhi's public life, there were several occasions when he was publicly attacked. Okay, ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. പുള്ളി പബ്ലിക്കലി അറ്റാക്ക് ചെയ്ത് പല ഇതുണ്ട്. By those who consider him their enemy. Okay, often he stood in danger, even losing his life and narrowly escaped. Then punishment those who attacked, അല്ലെ, not be a party to the punishment of those who. എന്നാലും പുള്ളി പണിഷ് ചെയ്യില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ പോട്ടെ. ദ ഫസ്റ്റ് ഇൻസിഡന്റ്, യെസ്, ക്വസ്റ്റ്യൻ നോക്കി ഇവിടെ ചോദിച്ചിരിക്കുന്നതിൽ വായിച്ചു നോക്കി. ഇങ്ങനെയാണ് നിങ്ങൾ പെട്ടെന്ന് സാധനം കീവേഡ് വെച്ചിട്ട് കണ്ടുപിടിക്കുക. നിങ്ങളുടെ എന്താ പറയുക, നമ്മൾ പറയില്ല, നമ്മളൊരു മാഗ്നിഫൈങ് ഗ്ലാസ് ആയിരിക്കണം. നമ്മുടെ റീഡിംഗ് കോംപ്രിഹെൻഷനിൽ നിങ്ങൾ എപ്പോഴും ആരായിരിക്കണം? ഒരു മാഗ്നിഫൈങ് ഗ്ലാസ് ആയിട്ട്. പ്രൈസ് നന്നായി വായിക്കണം എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ വെൻ യു ആർ ഇതല്ലേ, നിങ്ങളൊരു മാഗ്നിഫൈങ് ഗ്ലാസ്സാ,
വെൻ യു ആർ ഇല്ലേ ഒരു ഇത് കണ്ണാടി ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് എപ്പോഴും പറഞ്ഞു ഇത് കണ്ടാൽ മനസ്സിലാവില്ലേ അത്. അപ്പോൾ യു ഹാവ് ടു ബി മാഗ്നിഫൈങ് ഗ്ലാസ്, എപ്പോഴും മാഗ്നിഫൈങ് ഗ്ലാസ് ആയിട്ട് വേണം നിങ്ങൾ എന്തിന് പെരുമാറാനായിട്ട്. റീഡിംഗ് കോംപ്രഹെൻഷന്റെ സമയത്ത് നിങ്ങളുടെ കണ്ണ് എപ്പോഴും ഒരു മാഗ്നിഫൈങ് ഗ്ലാസ് ആയിരിക്കണം. വേണ്ട കാര്യത്തിലോട്ട് മാത്രം നിങ്ങൾ പോവുക. സോ ദ ഫസ്റ്റ് ഇൻസിഡന്റ് ഹാപ്പൻ ഇൻ എവിടെയാ കൊടുത്തേക്ക് നോക്കിക്കേ. ദ ഫസ്റ്റ് ഇൻസിഡന്റ് ഹാപ്പൻഡ് ഇൻ പ്രിറ്റോറിയ ഇൻ സൗത്ത് ആഫ്രിക്ക. ഒരുപാട് തവണ ഗാന്ധിയുടെ അറ്റാക്ക് ചെയ്യപ്പെട്ട ഒരു കാര്യമായിട്ട് പറയുന്നതിൽ സൗത്ത് ആഫ്രിക്കയിൽ പുള്ളി പറയാറുണ്ട്. സോ പ്രിറ്റോറിയ ഇൻ സൗത്ത് ആഫ്രിക്ക ആണ് പുള്ളിക്ക് ഫസ്റ്റ് അറ്റാക്ക് ചെയ്യപ്പെട്ട സ്ഥലം എന്ന് പറഞ്ഞു. ഇപ്പൊ കൃത്യമായിട്ട് കൊണ്ട് ഫസ്റ്റ് ഇൻസിഡന്റ് ഹാപ്പൻ ഇൻ പ്രിട്ടോറിയ ഇൻ സൗത്ത് ആഫ്രിക്ക. ഇത് അതുപോലെ എഴുതിട്ട് ദ ഫസ്റ്റ് ഇൻസിഡന്റ് ഹാപ്പൻ ഇൻ പ്രിട്ടോറിയ ഇൻ സൗത്ത് ആഫ്രിക്ക, ഡോണ്ട് സേ. അത് നിങ്ങൾ നിങ്ങളുടെ ഓൺ വേർഡ്സിൽ ആക്കി എഴുതണം അല്ലെ. ഗാന്ധി ഓൾവേസ് വെന്റ് ഔട്ട് ഫോർ എ വാക്ക് ത്രൂ ദ പ്രസിഡന്റ് സ്ട്രീറ്റ്. The president's residence was very modest and simple building. It had no garden and it looked like another house in the neighborhood. The there was police patrol before. അപ്പോൾ ഇതെന്താ ഇൻസിഡന്റ് എന്നല്ലേ, ആ ഇൻസിഡന്റ് എക്സ്പ്ലെയിൻ ചെയ്യാനല്ലേ പറഞ്ഞേക്കാം, നമുക്ക് നോക്കാം. ദിസ് വാസ് ഓൺലി സൈൻ ദാറ്റ് ബിലോങ് ടു ആൻ ഒഫീഷ്യൽ. ഗാന്ധി യൂസ് ടു ഗോ അലോങ് ദ ഫുട്പാത്ത് ബൈ ഇറ്റ് സൈഡ് വിതൗട്ട് ദ സ്ലൈറ്റസ്റ്റ് ഹിൻഡ്രൻസ്. ദ പോലീസ് പെട്രോൾ ഓൺ ഡ്യൂട്ടി ചേഞ്ച് ഫ്രം ടൈം ടു ടൈം ബട്ട് വൺസ് വെൻ ഗാന്ധി വാസ് പാസിംഗ് ബൈ. ഇതാണ് ഇൻസിഡന്റ് അല്ലെ. ഇൻസിഡന്റിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ പിന്നെ പ്രസിഡന്റിന്റെ റെസിഡൻസിനെ പറ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണ്ട, ആ ഇൻസിഡന്റിനെ പറ്റിയാണ് നമുക്ക് നോക്കണ്ടേ അല്ലെ. അപ്പൊ നിങ്ങൾ അങ്ങനെ വരണം. Once, when Gandhi was passing by the footpath, the officer on duty was a stranger. He suddenly pushed and kicked Gandhi onto the street. ഇത് ഇവിടെ മുതൽ നമ്മൾ നോക്കിയാൽ മതി. Gandhi was surprised. He was about to ask the officer why he had been so rude and violent. Just then a friend of Gandhi quotes വരുന്നു. അത് ഡീറ്റെയിൽ ആയിട്ടൊന്നും വേണ്ട. എന്താ സംഭവിച്ചത്, ഇൻസിഡന്റ് എന്താ സംഭവിച്ചത്, ഇയാൾ അറ്റാക്ക് ചെയ്യപ്പെട്ടു, ഗാന്ധിജി അറ്റാക്ക് ചെയ്യപ്പെട്ടു അല്ലെ. അപ്പൊ ഇദ്ദേഹം അറ്റാക്ക് ചെയ്യപ്പെട്ട എപ്പോഴാ നോക്കിക്കേ, പ്രസിഡന്റ് സ്ട്രീറ്റില് പ്രിട്ടോറിയയിൽ സൗത്ത് ആഫ്രിക്ക വെച്ചിട്ടാണ് പുള്ളി അറ്റാക്ക് ചെയ്യപ്പെട്ടത്. അപ്പോൾ അത് നമ്മുടെ ആൻസർ അവിടെ കിട്ടി. ആൻഡ് അതിന്റെ ഡീറ്റെയിൽ കൊടുക്കാൻ ഇവിടെ മുതൽ നോക്കിയാൽ മതി. ബട്ട് വൺസ് വെൻ അല്ലെ, ഒരു ദിവസം ഗാന്ധി വാസ് പാസിംഗ് ബൈ ദ ഫുട്പാത്ത്. അപ്പൊ ഫുട്പാത്ത് എന്തിന്റെയാ, ഈ ഫുട്പാത്ത് പറയുമ്പോൾ ഓർക്കണം ഫുട്പാത്ത് ഇമ്പോർട്ടന്റ് ആണ്. പുള്ളി ഫുട്പാത്തിലൂടെയാ, വേറെ എവിടെയും കയറിയില്ല. പ്രസിഡന്റ് റെസിഡൻസ് പുള്ളിയുടെ പ്രസിഡന്റ് റെസിഡൻസിന്റെ ഫുട്പാത്തിലൂടെ പുള്ളിക്ക് നടന്നു പോകുമ്പോൾ he was pushed and kicked by a police officer on duty. അതാണ് ഇൻസിഡന്റ്. ദാറ്റ്സ് ഓൾ. അത് എഴുതിയാൽ മതി. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നു. സോ വാട്ട് ഐ നീഡ് ഇസ് നിങ്ങൾ എങ്ങനെ ആൻസർ എഴുതുമെന്ന് പറയൂ. അപ്പൊ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞില്ലേ, ഞാനൊരു ജസ്റ്റ് ഒരു ഐഡിയ തുടക്കത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ നിങ്ങളെ കൊണ്ട് എഴുതിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ എന്ത് ചെയ്യാം, കുറച്ചുകൂടെ ഇതും കൂടെ പറയാം. ഇത് വളരെ സിമ്പിൾ ആയ ഒരു ആൻസർ ആണ്, പെട്ടെന്ന് കിട്ടുന്ന ഒരു ആൻസർ. ഇത് നിങ്ങൾ എങ്ങനെ ആൻസർ ചെയ്തു എനിക്ക് പറയാമോ, പറഞ്ഞു തരാമോ? കാണാമോ? അല്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ട് മാറിയിരിക്കാവേ, അപ്പൊ കാണാമല്ലോ കുറച്ചുകൂടെ. സെന്റൻസ് മേക്ക് ചെയ്തേ. ഇത് നമുക്ക് ഈ ചോദ്യത്തിന് നിങ്ങൾ 2 ലൈനിൽ അല്ലെങ്കിൽ 3 ലൈനിൽ, അതിൽ കൂടുതൽ നമുക്ക് എഴുതാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ ഇതൊന്ന് എഴുതിക്കേ, പറഞ്ഞ് എങ്ങനെ എഴുതുന്നു. മേക്ക് എ സെന്റൻസ്. വളരെ സിമ്പിളാണ്. ഞാൻ നിങ്ങളോട് പ്രേസിയുടെ സമയത്തും എസ്സേയുടെ സമയത്തും പറയുമ്പോൾ നിങ്ങൾ എഴുതുന്നതിനേക്കാളും വളരെ സിമ്പിളാണ്. 1-2 ലൈനിൽ എഴുതിയാൽ മതി. എഴുതിക്കേ. ലെറ്റ്സ് പ്രാക്ടീസ് അല്ലേ. എങ്ങനെ എഴുതാം, ഇവിടെ ടൈമാണ് മെയിൻ. ഈ ഒരെണ്ണം എന്തായാലും നമുക്കിന്ന് വായിക്കാം. എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത 2 RC ആയിട്ട് വരാം പ്രാക്ടീസ് ചെയ്യാൻ. ചോദ്യത്തിലോട്ടൊന്നുകൂടെ പോണോ? അവിടെ ആൻസർ കണ്ടില്ലേ, ഇനി ചോദ്യത്തിലോട്ടൊന്നും കൂടെ പോ. സിമ്പിൾ ആണ് അല്ലെ. വേർ ഡിഡ് ദ ഫസ്റ്റ് ഇൻസിഡന്റ് ഹാപ്പൻ വെൻ ഗാന്ധി വാസ് അറ്റാക്ട്. അപ്പൊ നമ്മൾ ഓൾറെഡി ഞാൻ ഇതിൽ ഒരു ഐഡിയ ആയിട്ട് പറഞ്ഞുതരാം.
കീവേഡ് മാത്രമേ പറയുന്നുള്ളേ. പ്രിറ്റോറിയ, സൗത്ത് ആഫ്രിക്ക. കീവേഡ്സ് മാത്രം പറയും അല്ലേ? എവിടെ വെച്ചിട്ടാ? ഫുട്പാത്ത് ഓഫ് പ്രസിഡൻസ് റെസിഡൻസ് ആണ്. ആരാണ്? പോലീസ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. ഇത്ര അല്ലേ നമ്മൾ കണ്ടതിൽ നമുക്ക് മനസ്സിലായേ? ഇത്ര അല്ലേ നമ്മൾ കണ്ടതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞേ? ഇത് നിങ്ങൾ നിങ്ങളുടെ വേർഡ്സിൽ എഴുതിക്ക്. ഞാൻ പറഞ്ഞുതരാം. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഞാൻ അപ്പം തന്നെ പറഞ്ഞുതരാം. ഓക്കെ ഓക്കെ. Gandhi was attacked for the first time in Pretoria in South Africa while he was casually passing through the footpath of President's residence without recognizing it. The officer on duty. ഇല്ലില്ല, പ്രസിഡന്റിന്റെ റെസിഡൻസ് ആന്ന് അറിയാഞ്ഞിട്ടല്ല. വിത്തൗട്ട് റെക്കഗ്നൈസിങ് ഇറ്റ് എന്നുള്ള വാക്ക് കൊടുക്കല്ലേ. അങ്ങനെ ഒരു വാക്ക് അവിടെ ഇല്ല. അത് ഡൗട്ട് ഉണ്ടെങ്കിൽ എങ്ങോട്ട് പോകണമെന്ന് അറിയാമോ? അത് വായിച്ചു നോക്കാൻ പോകണം. ഞാൻ വേണം ഒന്നുകൂടെ അത് വായിച്ചു തരാം. ഇതാ, Gandhi always went out for a walk through the Preston Street. നോക്കണേ, ഇവിടെ ശ്രദ്ധിക്കണേ. The first incident happened in the Pretoria in South Africa. Gandhi always went out for a walk through the President Street. The President's residence was a very modest and simple building. It had no garden and it looked like any other house in the neighborhood. There was police patrol before it. This was the only sign that it belonged to an official. അല്ലെ, പോലീസ് പെട്രോൾ ഉള്ളത് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടെ പോലീസ് പെട്രോൾ എന്നൊരു ഇത് ഉള്ളത് കൊണ്ടാണ് ഒഫീഷ്യലിന്റെ ഒരു ബിലോങ് ചെയ്യുന്ന ഒരു വീടാണ്, റെസിഡൻസ് ആണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. Gandhi used to go along the footpath by its side without the slightest hindrance. ഒരു ഇതുമില്ലാതെ ഫുട്പാത്തിലൂടെ നടന്നു. അവിടെ കൂടെ ഫുട്പാത്തിലൂടെ നടക്കരുതൊന്നുമില്ല, നിയമമൊന്നുമില്ല കേട്ടോ, അങ്ങനെ എവിടെയില്ല. The police patrol on duty change from time to ഒരു പോലീസ് അല്ല, മാറി മാറി വരും പോലീസുകാരല്ലേ. But once when Gandhi was passing by the footpath, the officer on duty was a stranger. നേരത്തെ പരിചയമുള്ള ഒരു ഓഫീസർ അല്ല, ഏതോ ഒരു സ്ട്രേഞ്ചറാ. He suddenly pushed and kicked Gandhi onto the street. ഡീറ്റെയിൽ വേണോ വായിക്കണോ? വായിക്കാം. Gandhi was surprised. ഗാന്ധി സർപ്രൈസ് ആയിപ്പോയി. എന്താ ഇത്? He was about to ask the officer why he had been so rude and violent. എന്താ വയലന്റും റൂഡും ആയത് താങ്കൾ എന്ന് ചോദിക്കാൻ വേണ്ടി തുടങ്ങുകയായിരുന്നു. Was about to ask, ചോദിക്കാൻ വേണ്ടി തുടങ്ങുമായിരുന്നു. അപ്പോഴാണ് just then a friend of ഗാന്ധിജി, Mr. Coates, was passing by the road. അപ്പോഴേക്കാണ് കോട്സ്, മിസ്റ്റർ കോട്സ് എന്ന് പറഞ്ഞ് ഗാന്ധിയുടെ ഒരു ഫ്രണ്ട് അതിൽ കൂടെ പാസ് ചെയ്ത് വരിക. He had seen the whole thing happening. അയാൾ മൊത്തം വിറ്റ്നസ് ചെയ്ത് കണ്ടു. He hailed ഗാന്ധിജി and said, പെട്ടെന്ന് ഗാന്ധിയോട് ഇങ്ങനെ വെയിവ് ചെയ്തു, ഹെയിൽ ചെയ്തിട്ട് ഇല്ലേ പരിചയം പുതുക്കി പറഞ്ഞു, ഗാന്ധി ഐ ഹവ് സീൻ എവറിത്തിങ്, ഞാൻ കണ്ടു എല്ലാം, ഐ എം സോറി ട്ടോ, ഐ ഷാൽ ഗ്ലാഡ്ലി ബെയർ വിറ്റ്നസ് ടു ദ റൂഡ്നെസ് ഓഫ് ദ മാൻ ഹു ഹാസ് അറ്റാക്ട് യു ലൈക്ക് ദിസ് എന്നാ പറഞ്ഞു. അപ്പൊ ഗാന്ധി റിപ്ലൈ, യു നീഡ് നോട്ട് ഫീൽ സോറി, വാട്ട് ഡസ് എ പൂർ മാൻ നോ, അയാൾക്ക് എന്തറിയാം, ടു ഹിം ഓൾ ബ്ലാക്ക് പീപ്പിൾ ലുക്ക് അലൈക്ക്, ഐ ഹാവ് മെയ്ഡ് ഇറ്റ് എ റൂൾ നോട്ട് ടു ഗോ ടു കോർട്ട് ഫോർ എനി പേഴ്സണൽ ഗ്രീവൻസ്, സോ ഐ ഡോണ്ട് പ്രൊസീഡ് അഗൈൻസ്റ്റ് എ മാൻ. Mr. Coates was very much impressed. He said, that is just like you, but do think over it again. We must teach him a lesson. He then scolded the policeman. എന്നിട്ട് അയാളെ വഴക്ക് പറയുകയുണ്ടായി. ഏത് കോട്സ്. The latter realized his mistake and policeman and was very sorry. He expressed his regret to Gandhi. കാര്യം പറഞ്ഞാൽ അതൊരു നിയമമായ ഒരു കാര്യമല്ല കേട്ടോ. അത് വിത്തൗട്ട് നോയിങ്ങോ അൺനോയിങ്ങോ അങ്ങനെ ഒരു കാര്യം ഇട്ട് കൊടുക്കരുത്. അൺനോയിങ്ങോ എല്ലാം ഇട്ട് കൊടുത്താൽ അവിടെ മാർക്ക് പോയി. കാര്യം അവിടെ നമ്മുടെ റീഡിംഗ് കോമ്പ്രിഹെൻഷൻ അവിടെ കുറഞ്ഞു വന്നായി കേട്ടോ. കേട്ടോ, ഞാനത് അതിന്റെ ഐഡിയ പെട്ടെന്ന് നിങ്ങളത് കംപ്ലീറ്റ്ലി വായിച്ചു നോക്കാനുള്ള സമയം കളയണ്ട. അത് നിങ്ങൾ എഴുതുമ്പോൾ ഒരു വേർഡ് കൂടുതൽ കിട്ടട്ടെ എന്നോർത്ത് വേറെ വാക്ക് കൊടുക്കരുത് കേട്ടോ. ഗംഗ ശ്രദ്ധിക്കുക. അപ്പൊ വിത്തൗട്ട് റെക്കഗ്നൈസിംഗ് ഇറ്റ് അല്ല, ഹി റെക്കഗ്നൈസ്ഡ് ഇറ്റ്. ഇയാൾക്ക് അറിയായിരുന്നു, ഗാന്ധി അറിഞ്ഞുകൊണ്ട് തന്നെ പോയതാ. ദ ഓഫീസർ ഓൺ ഡ്യൂട്ടി സഡൻലി പുഷ്ഡ് ആൻഡ് കിക്ഡ് ഹിം ഓൺ ടു ദ സ്ട്രീറ്റ്. കണ്ടോ, അതേ സാധനം കോപ്പി പേസ്റ്റ് ചെയ്ത പോലെ അല്ലേ ഇപ്പൊ ഗാന്ധി ഗംഗ കൊടുത്തേക്കണേ. ഗംഗ എന്താ കൊടുത്തേക്കണേ? പുഷ്ഡ് ആൻഡ് കിക്ഡ് ഹിം ഓൺ ടു ദ സ്ട്രീറ്റ് എന്നുള്ളത് ഡീറ്റെയിൽ കൊടുക്കേണ്ട കാര്യമുണ്ടോ? എക്സ്പ്ലെയിൻ ചെയ്യൂ എന്ന് പറഞ്ഞാൽ എന്ത് നടന്നു എന്ന് മാത്രം പറഞ്ഞാൽ മതി. അല്ലാതെ അവിടെ ഉദ്ദേശിച്ച അതേ വാക്ക്, സെയിം വേർഡ്, പുഷ് ചെയ്തു കിക്ക് ചെയ്തു എന്നുള്ള വാക്ക് കൊടുക്കണ്ട. അവിടെ മാർക്ക് പോവേ. അതൊന്ന് ശ്രദ്ധിച്ചു ഗംഗ. ഇനി ഗാന്ധി വാസ് പറയാം, ഗാന്ധി വാസ് മാൻ ഹാൻഡിൽഡ്. ഓക്കെ, ഗ്രേറ്റ്.
by the police patrol while passing through the president's residence. Okay. അപ്പൊ ഒരു പ്രശ്നം ഉണ്ടല്ലോ നസ്മലെ, അവിടെ ഒരു ഡീറ്റെയിൽ നീ വിട്ടുപോയി, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഡീറ്റെയിൽ. ഗാന്ധി വാസ് മാൻ ഹാൻഡിൽഡ് ബൈ പോലീസ് പെട്രോൾ വൈൽ പാസിംഗ് ത്രൂ ദ പ്രസിഡന്റ്സ് റെസിഡൻസ് ഇൻ പ്രറ്റോറിയ സൗത്ത് ആഫ്രിക്ക. വേണ്ടേ? അത് വേണ്ടേ? ഏത് പ്രസിഡൻസിന്റെ റെസിഡന്റാ? എവിടെയാ? US-ലാണോ ഇന്ത്യയിലാണോ അതോ എവിടെയാന്ന് കൊടുത്തിട്ടില്ല. അപ്പൊ അത് ഇമ്പോർട്ടന്റ്, ശ്രദ്ധിക്കണേ, അതൊന്ന് കൊടുക്കുക. നസ്മൽ അവിടെ ഒരു ഇത് വന്നു. യെസ്, അടുത്ത് നോക്കട്ടെ ആരായിരുന്നു? നിത. യെസ്, ഗാന്ധിജി വാസ് അറ്റാക്ട് ബൈ ദ പോലീസ് ഓഫീസർ വൈൽ ഹി വാസ് വാക്കിംഗ് ബൈ ദി ഫുട്പാത്ത് ഓഫ് റെസിഡൻസ് ഓഫ് പ്രസിഡന്റ് ഇൻ SA സൗത്ത് ആഫ്രിക്ക. തന്നെ കൊടുക്കണേ. സ്ഥലപ്പേര് കൃത്യമായിട്ട് കൊടുക്കുക. പ്രറ്റോറിയ കൊടുക്കണം. സ്ഥലപ്പേര് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വെറും സൗത്ത് ആഫ്രിക്ക കൊടുത്തിട്ട് കാര്യമില്ല. ദ ഫസ്റ്റ് ഇൻസിഡന്റ് ഓഫ് അറ്റാക്ക് ഓൺ ഗാന്ധി ഹാഡ് അക്കേർഡ് ഇൻ ദി സ്ട്രീറ്റ്സ് ഓഫ് Pretoria in South Africa by a police officer on duty who was a stranger. All right, adu kolla. Okay. Yes. Gandhi was firstly attacked by a on-duty policeman when he was passing the പറയില്ല, passing അല്ല, വെറും passing എന്ന് പറയുന്ന മീനിങ് തെറ്റാ. passing by or passing through the president's building's footpath. ബിൽഡിങ്ങിന്റെ ഫുട്പാത്ത് എന്ന് കൊടുക്കില്ല, അത് ഗ്രാമർ തെറ്റാ കേട്ടോ റിയാസ്. എന്നറിയോ, നോൺ ലിവിങ് തിങ്സിന് നമ്മൾ അപ്പോസ്ട്രോഫീസ് കൊടുക്കില്ല, പ്രസിഡന്റിന്റെ റെസിഡൻസ് കൊടുക്കുക. കാരണം പ്രസിഡന്റ് ലിവിംഗ് ആ, ബിൽഡിങ്ങിന്റെ ഫുട്പാത്ത് അല്ല. ഹി വാസ് അറ്റാക്ട് ഫ്രം ദ ഫുട്പാത്ത് ഓഫ് പ്രസിഡന്റ്സ് റെസിഡൻസ് എന്ന് കൊടുത്ത ഓക്കേടാ കേട്ടോ, ശ്രദ്ധിക്കണേ. ഓൺ പ്രിറ്റോറിയ പറയില്ല, ഓൺ ആണോ? പ്രിറ്റോറിയ ഇസ് നോട്ട് ഓൺ പറയില്ല. ഇൻ സ്ഥലപ്പേരല്ലേ, ഇൻ പ്രിറ്റോറിയ സൗത്ത് ആഫ്രിക്ക കൊടുക്കുക, അല്ലെങ്കിൽ അറ്റ് പ്രിറ്റോറിയ സൗത്ത് ആഫ്രിക്ക കൊടുക്കുക കേട്ടോ. യെസ്, Gandhi was initially attacked by a policeman while he was walking by the footpath of President's residence at Pretoria in South Africa. Great. അതാണ് അതേ വാക്ക് കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കല്ലേ, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഗാന്ധി വാസ് അറ്റാക്ട് ഇൻ പ്രിറ്റോറിയ സൗത്ത് ആഫ്രിക്ക. ഗാന്ധി വാസ് ടേക്കിംഗ് ദ ഫുട്പാത്ത് ക്ലോസ് ടു ദി പ്രസിഡൻസ്. അതൊന്നും കൊടുക്കണ്ട, ഫുട്പാത്ത് നിയർ ഒന്നും കൊടുക്കണ്ട, ഫുട്പാത്ത് ഓഫ് അല്ലെ ഫുട്പാത്ത് ബൈ എന്ന് കൊടുത്താലും കറക്റ്റാ കേട്ടോ. അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഒന്നും ക്ലോസ് ടു ദി ഒന്നും കൊടുക്കണ്ട കേട്ടോ. With the police officer in duty attacked him without any provocation. Without any provocation കൊടുക്കുന്ന കുഴപ്പമില്ല, അത് കറക്റ്റ് ഒക്കെയാണ് കേട്ടോ അഖിലെ. പക്ഷെ അവിടെ ക്ലോസ് ബൈ എന്നുള്ളതൊന്നും കൊടുക്കണ്ട കേട്ടോ. Gandhi was manhandled by police patrol while passing through the South African president's residence in Pretoria, അല്ലെങ്കിൽ at Pretoria കൊടുക്കണം കേട്ടോ നസ്മിലെ. Gandhi while passing by the footpath at Pretoria, South Africa was attacked for the first time. All right, great. അത്രയും ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ. ഗാന്ധി വാസ് മാൻ ഹാൻഡ് while passing to South African residence at Pretoria. Okay, ഇപ്പൊ സെറ്റായി. Okay, clear. The first incident when Gandhi was attacked took place at Pretoria, South Africa. The police officer on duty attacked Gandhi while he was walking along the footpath of President's residence. Great. Gandhi was first attacked in Pretoria at Pretoria in South Africa കൊടുത്തോട്ടോ. അല്ലെങ്കിൽ ഷൈനി നമ്മൾ അറ്റ് കൊടുത്തിട്ട് ഇൻ സൗത്ത് ആഫ്രിക്ക, കാരണം സൗത്ത് ആഫ്രിക്ക കുറച്ചുകൂടി വലുതല്ലേ. അല്ലെങ്കിൽ ഇൻ പെട്രോറിയ സൗത്ത് ആഫ്രിക്ക എന്ന് കൊടുത്താൽ ഓക്കെ കേട്ടോ. വൈൽ അല്ലെങ്കിൽ രണ്ട് ഇന്ന് കൊടുക്കരുന്ന ഉദ്ദേശിച്ചത്. ഹി വാസ് വാക്കിംഗ് ത്രൂ എ ഫുട്പാത്ത്. ഓക്കെ, ത്രൂ എ ഫുട്പാത്തോ ഷൈനി? ത്രൂ ദ ഫുട്പാത്ത് ഓഫ് പ്രസിഡന്റ്സ് റെസിഡൻസ് എന്ന് കൊടുക്കണം. വെറും ഫുട്പാത്ത് കൊടുത്താൽ അവിടെ ശരിയാവില്ല. Gandhi was first attacked in Pretoria, South Africa when he was passing through President Street by an officer. Gandhi was attacked in ഇവിടെ ഒരു നിളയുടെ ഒരു ഇത് പറഞ്ഞുതരാവേ. ഗാന്ധി വാസ് ഫസ്റ്റ് അറ്റാക്ട് ബൈ എ പോലീസ് ഓഫീസർ ഓൺ ഡ്യൂട്ടി ഇൻ പ്രിട്ടോറിയ. ആര് അറ്റാക്ക് ചെയ്തു, എവിടെ വെച്ച് അറ്റാക്ക് ചെയ്തു, അങ്ങനെ കേട്ടോ. ബൈ ഹൂം അത് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിന്റെ മീനിങ് ഒരു ക്ലാരിറ്റി കുറവായി. ഓക്കെ, ഗാന്ധി വാസ് അറ്റാക്ഡ് ഇൻ പ്രിട്ടോറിയ സൗത്ത് ആഫ്രിക്ക. ഓക്കെ, എങ്കിൽ ഗാന്ധിജി വാസ് ടേക്കിംഗ് ദ ഫുട്പാത്ത് ക്ലോസ് ടു ദി ക്ലോസ് ടു അതാ ഞാൻ പറഞ്ഞത് നിന്നോട്, അത് കുറയ്ക്കാൻ കേട്ടോ. Attacked in Pretoria, South Africa, Gandhi while passing through the footpath and attacked by വെറും അറ്റാക്ക് എന്ന് കൊടുത്ത തെറ്റുവേ ആതിര ഗ്രാമർ. ഗാന്ധി വാസ് അറ്റാക്ഡ്, ഗാന്ധി അറ്റാക്ക് ചെയ്യപ്പെട്ടു ബൈ എ പോലീസ് ഓഫീസർ എന്ന് കൊടുക്കണം. വൺസ് വെൻ ഗാന്ധി വാസ് വീണ്ടും അഭിലാഷേ അത് നിനക്ക് എഴുതാൻ പറ്റില്ല, കാര്യം വൺസ് ഹി വാസ് എന്നാണ് സെന്റൻസിൽ കൊടുത്തിരിക്കുന്നത് തന്നെ. സോ അത് കൊടുക്കല്ലേ കേട്ടോ. അത് നീ അതേപോലെ കോപ്പി പേസ്റ്റ് അല്ലേ ചെയ്തപ്പോൾ ഡോണ്ട് ഡു ദാറ്റ്. ഗാന്ധി വാസ് അറ്റാക്ഡ്, Gandhi was initially attacked, or Gandhi was attacked for the first time when he was out for a morning walk by a police officer എന്ന് കൊടുത്തിട്ട് in the presence by the presence's residence എന്ന് കൊടുക്കല്ലേ കേട്ടോ.
ആര് അറ്റാക്ക് ചെയ്യപ്പെട്ടു എന്ന്, ആര് അറ്റാക്ക് ചെയ്തു എന്ന് കൊടുക്കാം. കാരണം ഇല്ലെങ്കിൽ അത് അഡീഷണൽ ആയിട്ട് ഒരുപാട് ഇത് വരും. ഓക്കെ. Gandhi was attacked by a strange police officer on duty while passing by the residence of President in Pretoria, South Africa. രണ്ട് ഇന്ന് കൊടുക്കല്ല, അവന് ഇൻ പ്രറ്റോറിയ കോമ സൗത്ത് ആഫ്രിക്ക കൊടുക്കാം കേട്ടോ. ക്വസ്റ്റ്യൻ രണ്ട് പാർട്ടാണ് ആണ്, രണ്ട് സെന്റൻസ് ആയിട്ട് കൊടുക്കാം, ഓർ ഒറ്റ സെന്റൻസ് ആയിട്ട് കൊടുക്കാം, ഒരു കുഴപ്പമില്ല ഒറ്റ സെന്റൻസ് ആയിട്ട് കൊടുത്താം കേട്ടോ. റോഷൻ ഗാന്ധി was attacked in Pretoria, South Africa. The police officer on duty attacked him without any provocation. Okay, correct. ഓക്കെ അല്ലേ? നമുക്ക് ജസ്റ്റ് ഒരു ഇത് ഞാൻ ഒരു ചെറിയൊരു ഐഡിയ പറഞ്ഞുതരാം. ജസ്റ്റ് ഒരു എഴുതി കാണിക്കാം ചെറുതായിട്ട് കേട്ടോ. ഞാൻ എക്സാക്ട്ലി അതാണ് ആൻസർ ഒന്നും പറയുന്നില്ല, നിങ്ങൾ എഴുതിയെല്ലാം കറക്റ്റാ. എങ്ങനെ കൊടുത്താൽ മതി? Gandhiji was assaulted for the first time at Pretoria in South Africa. രണ്ട് സെന്റൻസ് ആയിട്ട് കൊടുക്കാൻ ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ കൊടുക്കാം. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ എഴുതി കാണിക്കാം. അല്ലെങ്കിൽ ഒറ്റ സെന്റൻസ് എഴുതിയാലും കറക്റ്റാ. The incident happened എന്ന് കൊടുക്കാം, or it occurred or in the footpath of President's residence while he was taking a morning walk, or he was on his morning walk by a police officer or policeman on duty without any provocation. എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യത്തിൽ ഇത് കൊടുത്താൽ മതി. ഇനി ഇതും അല്ലെങ്കിൽ ഒറ്റ ലൈൻ എങ്ങനെ കൊടുക്കാന്നറിയാം. ഒറ്റ ലൈൻ എങ്ങനെ കൊടുക്കാം? Gandhi was assaulted for the first time by a policeman on duty without any provocation at Pretoria in South Africa, comma, while he was on his morning walk. ഒറ്റ ലൈനിൽ കൊടുക്കാം. ഇതിപ്പോൾ രണ്ട് ലൈൻ കൊടുത്തു, ഒറ്റ ലൈനിൽ കൊടുക്കാം, നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അവിടെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യം പ്രറ്റോറിയ, സൗത്ത് ആഫ്രിക്ക, ഫുട്പാത്ത് ഓഫ് റെസിഡൻസ്, പോലീസ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. ബാക്കിയെല്ലാം അഡീഷണൽ ആണ്. ഓക്കെ അല്ലേ? അത്രോ. വേണ്ട, വീണ്ടും ഗാന്ധി എന്ന് കൊടുക്കേണ്ട കാര്യമില്ല. അവിടെ ഗാന്ധി ഞാൻ കൊടുത്തിട്ടില്ലല്ലോ. ഇറ്റ് ഒക്കേർഡ് ഇൻ ദ ഫുട്പാത്ത് ഓഫ്, അത് മതി. പിന്നെ അത് വേണ്ട കേട്ടോ, കൊടുത്താലും കുഴപ്പമില്ല. ഇല്ലെങ്കിൽ വൈൽ ഹി വാസ്, ഓൾറെഡി ഗാന്ധിജി നമ്മൾ പറഞ്ഞു, പിന്നെ എന്തിനാ അല്ലേ? റെപ്പറ്റേഷൻ വരാതിരിക്കാൻ വേണ്ടിയല്ലേ നമ്മൾ പ്രൊനൗൺ പഠിച്ചേക്കണേ. ഇതുണ്ടല്ലേ പ്രൊനൗൺ പഠിക്കണേ. വൈൽ ഹി വാസ് ഓൺ ഹിസ് മോർണിംഗ് വാക്ക്. അതുകൊണ്ടാണ് ഹീ കൊടുത്തപ്പം ആദ്യം പോലീസ്, ഞാൻ എന്തുകൊണ്ടാണ് രണ്ടാം സെന്റൻസ് ആദ്യം പോലീസ് ഓഫീസറിന്റെ പേര് കൊടുക്കാത്തതെന്നറിയോ? അപ്പം ഗാന്ധിജിക്ക് പകരം അയാൾ ഹീ അല്ലേ, അതുകൊണ്ട് നമുക്ക് മിസ്കമ്മ്യൂണിക്കേഷൻ വരാതിരിക്കാൻ ഇറ്റ് ഒക്കേർഡ് ഇൻ ദ ഫുട്പാത്ത് ഓഫ് റെസിഡൻസ് വൈൽ ഹി വാസ് ഓൺ ഹിസ് മോർണിംഗ് വാക്ക്. മനസ്സിലായോ? അത് ഞാൻ ഒരു ഡീറ്റെയിൽ പറഞ്ഞുതരാം. എന്താ പറയുക, ഞാൻ ഇത് കാണിച്ചു തരാം. നോക്കിയേ, ഗാന്ധിജി വാസ് assaulted for the first time at Pretoria in South Africa. It occurred in the footpath at President's residence while he was on his morning walk. അപ്പോൾ നമുക്ക് മനസ്സിലായി ഗാന്ധി മോർണിംഗ് വാക്കിൽ പോയപ്പോഴാണ് ബൈ പോലീസ്മാൻ ഓൺ ഡ്യൂട്ടി വിത്തൗട്ട് എനി പ്രൊവക്കേഷൻ. അതെന്തുകൊണ്ട് വെച്ചാൽ ആദ്യം ഞാൻ ബൈ പോലീസ്മാൻ ഓൺ ഡ്യൂട്ടി വിത്തൗട്ട് പ്രൊവക്കേഷൻ എന്ന് കൊടുത്തിരുന്നെങ്കിൽ എന്ത് വരില്ലായിരുന്നു? ഗാന്ധിജി എന്നുള്ള ഇത് എന്താ അതിൻ്റെ അവിടെ ഹീ വരുമ്പോൾ കൺഫ്യൂഷൻ വരാം. അതുകൊണ്ടാണ് ഇത് കൊടുത്തേക്കണേ. അപ്പൊ നിങ്ങൾക്ക് ഇത് രണ്ട് രീതിയിൽ എഴുതാം. യു ക്യാൻ റൈറ്റ് ഐദർ ഇൻ 2 sentences or in 1 sentence. നോ പ്രോബ്ലം കേട്ടോ, രണ്ടും ഓക്കെയാണ്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വൈ ഡിഡ് ഗാന്ധിജി ഡിസൈഡ് നോട്ട് ടു ഗോ ടു കോർട്ട് ഫോർ ദ അറ്റാക്ക്? എന്തുകൊണ്ട് ഗാന്ധിജി വിചാരിച്ചു കോർട്ടിൽ പോകണ്ട എന്ന് ഗാന്ധിജി എന്തുകൊണ്ട് വിചാരിച്ചു എന്ന ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ചോദിച്ചേക്കുവാണ്. നമ്മൾ ഓൾറെഡി നേരത്തെ വായിച്ച ക്വസ്റ്റ്യനിൽ വന്നതാണ് ഇതേ. എന്നാലും നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഗാന്ധിജി അങ്ങനെ ഇതാക്കണ്ടെന്ന് വിചാരിച്ച് നോക്കാം. ഓക്കെ അല്ലേ?
അത് വായിച്ചു നോക്കാം. ഇത് നമ്മൾ വായിച്ച് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ആണ്. അതുകൊണ്ട് ഞാൻ ആ ക്വസ്റ്റ്യൻ എന്തുകൊണ്ട് കോർട്ടിൽ പോകണ്ട ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? വൈ ഗാന്ധിജി ഡിസൈഡ്, വൈ ഡിഡ് ഹി ഡിസൈഡ് എന്നാണ്. അപ്പം ഗാന്ധിജി ഡിസൈഡഡ് നോട്ട് ടു ഗോ ടു കോർട്ട്. എന്തുകൊണ്ട്? ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? വൈ. ഗാന്ധി തീരുമാനിച്ചു പോണ്ട എന്ന്. അപ്പൊ അത് എന്തുകൊണ്ട്, റീസൺ ആണ് നമ്മളോടുള്ള ചോദ്യം. റീസൺ മനസ്സിലാക്കണം. കീവേഡ് ഏതാ? റീസൺ ഫോർ ഗാന്ധി നോട്ട് ടു ഗോ ഫോർ കോർട്ട് എന്താണ് അല്ലെ? നോക്കാം. ഈ ഒരു കേസിന്റെ കാര്യമാണ് നോക്കാം. ഇവിടെ സെന്റൻസ് പറഞ്ഞുണ്ട് ഗാന്ധിസ് പബ്ലിക് ലൈഫ് ദർ വാസ്, ഒരുപാട് ഒക്കേഷൻ പബ്ലിക്ലി അറ്റാക്ക് ചെയ്യപ്പെട്ടുണ്ട്. ഓഫൻ ഹി സ്റ്റുഡ് ഇൻ ഡേഞ്ചർ ഈവൻ ഓഫ് ലൂസിംഗ് ഹിസ് ലൈഫ് ആൻഡ് നാരോലി എസ്കേപ്ഡ്. Yet he would not be a party to the punishment of those who had attacked him. എന്നിട്ടും പുള്ളി എന്ത് ചെയ്യില്ല? പണിഷ്മെന്റിന് പോകാറില്ല, അവർക്ക് പണിഷ്മെന്റ് കൊടുക്കാൻ പോകാറില്ല. Those who attacked him for he believed that they acted from ignorance. ഈ ഒരു യൂസേജ് ശ്രദ്ധിക്കണേ. ഇതൊരെണ്ണം അവിടെ നമുക്കൊരു ഐഡിയ കിട്ടി. ഇനി വീണ്ടും തിരിച്ചു വരാം. ഗാന്ധി ഇവിടെ പോവായിരുന്നു, പ്രസിഡൻസിന്റെ കാര്യത്തെ പറ്റി, പ്രസിഡൻസ് എന്താ റെസിഡൻസ് എങ്ങനെ ഉണ്ടെന്നുള്ള പറയാം, അതൊന്നും നമുക്ക് ഡീറ്റെയിൽ വേണ്ട. അപ്പോഴാണ് ദർ വാസ് എ പോലീസ് പെട്രോൾ പറയുന്ന പോലീസ്. ബട്ട് വൺസ് ഗാന്ധി വെൻ ഗാന്ധി വാസ് പാസിംഗ് ബൈ ദ ഫുട്പാത്ത് അറ്റാക്ക് ചെയ്യപ്പെട്ടു. ഗാന്ധി വാസ് സർപ്രൈസ്ഡ്. ഹി വാസ് അബൌട്ട് ടു ആസ്ക് ഓഫീസർ വൈ ഹി ഹാഡ് ബീൻ സോ റൂഡ് ആൻഡ് വയലന്റ്. എന്തുകൊണ്ട് കൊടുത്തില്ല എന്നല്ലേ നമുക്ക് അറിയാനുള്ളൂ. അപ്പൊ അതൊന്നും വേണ്ടല്ലോ. ജസ്റ്റ് ആൻഡ് ഫ്രണ്ട് വന്നു, മിസ്റ്റർ കോർട്സ് വന്നു. He had seen the whole happening. He hailed Gandhi and ചോദിച്ചു ഐ എം സോറി ഒക്കെ പറഞ്ഞു. അതൊക്കെ നമുക്ക് വേണ്ട. എന്തുകൊണ്ട് കേസ് കൊടുക്കുന്നില്ല നമുക്ക് വേണ്ടേ. ഇയാൾ പറയുന്നു ഐ വിൽ ബെയർ ദ വിറ്റ്നസ് ഓഫ് ടു ദി റൂഡ്നെസ് ഓഫ് ദി മാൻ ഹു അറ്റാക്ട് യു ലൈക്ക് ദിസ് എന്ന് കൊടുക്കുന്നു. ഗാന്ധി റിപ്ലൈഡ് യു നീഡ് നോട്ട് ഫീൽ സോറി. വാട്ട് ഡസ് ദ പൂർ മാൻ നോ? അയാൾക്ക് എന്തറിയാം? ടു ഹിം ഓൾ ദ ബ്ലാക്ക് മെൻ ലുക്ക് അലൈക്ക്. I have made it a rule not to go to court for any personal grievance. അപ്പോൾ ഇവിടെ രണ്ട് കാര്യം നോക്കുക. അയാൾക്ക് എന്തറിയാം? To him all the black men look alike and I made it a rule not to go to the court for any personal grievance. അതുകൊണ്ട് പുള്ളി എന്ത് ചെയ്യുന്നില്ല? ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പൊ നോക്കണം, ഇതാണ് ഇവിടെ നമുക്ക് കിട്ടിയ ഒരു ഐഡിയ. നമ്മൾ എന്തുകൊണ്ട് കേസ് കൊടുക്കുന്നില്ല എന്നുള്ളതിൽ നമുക്ക് രണ്ട് കാര്യം പറയാം. ഒന്ന്, ഇയാൾക്ക് എന്തറിയാം? ഇയാൾ ടു ഹിം ഓൾ ബ്ലാക്ക് പീപ്പിൾ ലുക്ക് അലൈക്ക് and I made it a rule not to go to court for any personal grievance. അതുകൊണ്ട് അത് പുള്ളി അഡീഷണൽ ആയിട്ട് പറഞ്ഞാണ്. അത് നമുക്ക് വേണ്ട കാര്യമല്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ്. അത് വേണ്ട കാര്യമല്ല, അത് വേണ്ട, അത് നമുക്ക് സ്കിപ്പാം. ബിക്കോസ് അതൊരു അഡീഷണൽ കാര്യമാണ്. ഒരു കാര്യം ഇവിടെ പറയുന്നു, ഇയാൾ സോറി, മിസ്റ്റർ കോട്സ് സോറി ഫീൽ ചെയ്യേണ്ട കാര്യമില്ല. കാരണം മിസ്റ്റർ കോട്സ് അല്ല ഒന്നിലും ചെയ്തത്. ഈ പറയുന്ന ആൾക്ക് എന്താ പറയാ, എന്തറിയാം? ഹിം ഓൾ പീപ്പിൾ ലുക്ക്, ഓൾ ബ്ലാക്ക് പീപ്പിൾ ലുക്ക് അലൈക്ക്, അതാണ് കാര്യം എന്നാണ് പറയുന്നത്. അപ്പൊ അയാളുടെ റേസിസം ആണ് ഇവിടെ പറയണേ. പക്ഷെ നമ്മൾ അതിന് ഇൻഫർ ചെയ്ത് എഴുതാം. ഓർ നിങ്ങൾക്ക് ഇതേ സാധനം ഇതേ വാക്ക് എഴുതാം. അത് നിങ്ങൾ ഇതിൽ എഴുതാം. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് കൂടി ഇതുണ്ട്. എന്തുകൊണ്ട് ഗാന്ധി എന്ത് ചെയ്തില്ല? ഹി വുഡ് നോട്ട് ബി എ പാർട്ടി ടു ദ പണിഷ്മെന്റ് ഓഫ് ദോസ് ഹു ഹാഡ് അറ്റാക്ട് ഹിം ഫോർ ഹി ബിലീവ്ഡ് ദേ ആക്ടഡ് ഫ്രം ഇഗ്നറൻസ്. ആ ഒരു കാര്യം കൂടെ മറക്കണ്ട. ഇതാണ് നമ്മുടെ മെയിൻ ആൻസർ വരിക കേട്ടോ. ആ ഇൻസിഡന്റിന്റെ കാര്യം തന്നെയാണ് അവിടെയും പറയുന്നത്. അതിന് തുടക്കത്തിലാണ് അവിടെ നമുക്ക് ഒരു ഐഡിയ കിട്ടിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എങ്ങനെ ആൻസർ ചെയ്തു? വൈ ഡിഡ് ഗാന്ധി ഡിസൈഡ് നോട്ട് ടു ഗോ ടു കോർട്ട് ഫോർ ദ അറ്റാക്ക്? ഈ രണ്ടിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ ആൻസറിലോട്ട് എത്താം? ഈ രണ്ട് പോയിന്റ് നോട്ട് ചെയ്യണം, അത് ഇമ്പോർട്ടൻ്റ്. പോയിന്റ് എഴുതട്ടെ ഞാൻ? ജസ്റ്റ് പോയിന്റേഴ്സ് എഴുതാം, നിങ്ങൾ അതിന് നോക്ക്. അപ്പൊ ഗാന്ധി എന്തുകൊണ്ട് കേസിന് പോവില്ല?
ഇതാണ് ആൻസർ വരിക. അത് ഡീറ്റെയിൽ ആയിട്ട് എഴുതണം. ഞാൻ ജസ്റ്റ് ഒരു ഷോർട്ടിൽ അങ്ങ് പറഞ്ഞു. അത് നിങ്ങൾ ആൻസർ എഴുതിക്കേ. കാരണം ഇൻസിഡന്റ് ആയിട്ടല്ലല്ലോ ഇത്, റീസൺ അല്ലേ. ഒന്ന് ഗാന്ധിയുടെ ബിലീഫാണ്, അയാളുടെ ഇഗ്നോറൻസ് ആണെന്നുള്ളത്. അത് മാത്രമാണ് കാര്യം, മെയിൻ. അപ്പൊ അതിനെ നിങ്ങൾക്ക് എങ്ങനെ ഇത് കൊടുക്കാം, ഡീറ്റെയിൽ ആക്കാം? Gandhiji did not want to prosecute racist people for their wrongdoings due to their ignorance. Okay, that's great. അത് നല്ലൊരു പോയിന്റ് ആണ് കേട്ടോ അഭിലാഷേ, അത് കറക്റ്റാണ്. പ്രോസിക്യൂട്ട് റേസിസ്റ്റ് പീപ്പിൾ എന്ന് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. he did not want to prosecute any racist for his ignorance or his wrongdoings due to his ignorance കൊടുത്താൽ മതി കേട്ടോ. പീപ്പിൾ എന്നും കൊടുക്കണ്ട, അല്ലെങ്കിൽ റേസിസ്റ്റ് എന്ന് കൊടുത്തോ. റേസിസ് പ്ലൂറൽ, പീപ്പിളിന് പകരം റേസിസ് എന്ന് കൊടുത്താലും കറക്റ്റാണ്. അപ്പൊ നേരെ കറക്റ്റ് ആട്ടോ, തെറ്റൊന്നുമില്ല, കറക്റ്റ് ആണ് സെന്റൻസ്, തെറ്റില്ല. രണ്ടും ഇൻക്ലൂഡ് ആയി. ഗാന്ധി did not want to approach the court against affronting behavior that he had experienced from the policeman, recognizing he had done it by ignorance. All right, great, Ganga. Yeah, ignorance. Okay. Firm belief that the policeman attacked Gandhi for his ignorance due to discrimination on color made Gandhi not to go to court. All right, great. Nalla. Nita, great. എക്സാമ്പിൾ ഒരെണ്ണം എഴുതാലോ, ഈ സ്ഥാനത്തിനൊന്നും നമുക്ക് എഴുതാലോ. നിങ്ങൾ എഴുതുമ്പോൾ ഇതുകൂടെ ചേർത്ത് സെന്റൻസിനെ മീനിങ് ആക്കി എഴുതണം കേട്ടോ. ഗാന്ധിജി decided not to prosecute the man. പോലീസ് ഓഫീസർ ഒന്നും കൊടുക്കണം, the man, because he believed that. ഗാന്ധി, അവിടെ ഗാന്ധിയാണേ. The attack was due to his ignorance. Gandhi decided not to prosecute the man. അപ്പോൾ ആദ്യം ഗാന്ധി ബിലീവ് ചെയ്തു that the attack was due to his ignorance. ആര്? the man, രണ്ടാമത്തെ ആളുടെ his ignorance underlying racism. ഓക്കെ, അത്ര കൊടുത്താൽ മതി, വിൽ ഗെറ്റ് ദി ആൻസർ കേട്ടോ. അത്ര കൊടുത്താൽ മതി. നിങ്ങൾ പറഞ്ഞ ആൻസർ കറക്റ്റ് തന്നെ കേട്ടോ, ഒരു തെറ്റുമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, ഗാന്ധി അബ്സോൾവ് അല്ല. എടാ, അബ്സോൾവ് എന്ന് പറയുമ്പോൾ തന്നെ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അതിന്റെ അർത്ഥം എന്താ? ക്ലിയർ ചെയ്തു എന്നല്ല. ഗാന്ധി കോർട്ടിൽ പോയില്ലെന്നേ ഉള്ളൂ, അതായത് ഹി ഡിഡ് നത്തിങ് ആണ്.
ദാറ്റ് ഡസൻറ്റ് മീൻ ദറ്റ് ഹി അബ്സോൾവ്. അത് തെറ്റാ. അപ്പൊ അബ്സോൾവ് എന്ന വാക്ക് കൊടുക്കരുത് അവിടെ. പിന്നെ അബ്സോൾവ് എന്ന വാക്ക് ഗ്രാമറും തെറ്റല്ലേ അവിടെ. ഗാന്ധി സിംഗുലർ ആണ്, അതിൻ്റെ കൂടെ അബ്സോൾവ് കൊടുക്കില്ല. അബ്സോൾവ്ഡ് ആണ് ഓക്കെ ആയിരുന്നു. The policeman's ignorance since his attitude towards the black is shown to him rather than to him in particular. Okay. Gandhiji decided not to go to court for any personal grievances because അത് കൊള്ളാം. He believed that people misbehaved towards him, acted out of their ignorance. Okay, great. Gandhi did not want to approach the court for any sort of personal vengeance, as his belief was the man acted out of ignorance. Okay. According to Gandhiji, the police officer was just performing his duty out of ignorance. All right. He was not performing his duty. അതവിടെ എഴുതരുത് കേട്ടോ, അത് തെറ്റാ. He acted out, he just did attacked him because of ignorance അഖിൽ കൊടുത്തോ. ഡ്യൂട്ടി ചെയ്തു എന്ന് പറയില്ല, പുള്ളി ഡ്യൂട്ടി ചെയ്തതല്ല, അതുകൊണ്ട് അത് പറയാൻ പറ്റില്ല കേട്ടോ. ഇറ്റ്സ് നോട്ട് ഡ്യൂട്ടി കേട്ടോ, അതുകൊണ്ട് പറയാൻ പറ്റില്ല. Gandhi decided not to go to court because he did not want to, because ഇനി കോമ വേണ്ട കേട്ടോ, want to prosecute an ignorant racist. All right. Gandhi's belief അതിലെ ഗാന്ധിയുടെ ബിലീഫുകൾ, വിശ്വാസങ്ങൾ, ബിലീഫ്സ് VS അല്ല FS ആ, ബിലീഫ്സ്, Gandhi's beliefs that his ignorance due to he don't want to, അത് തെറ്റാ, ഗ്രാമർ തെറ്റില്ലോ, അങ്ങനെയല്ല. ഗാന്ധി believed that ഇങ്ങനെ കൊടുക്കുക, അല്ലെങ്കിൽ ഗാന്ധി believed that the man acted or man behaved or attacked him due to his ignorance എന്ന് കൊടുത്തു, അപ്പോൾ കുഴപ്പമില്ല. അതുകൊണ്ടാണ് he didn't approach the court എന്ന് കൊടുക്കാം. That's why he didn't or because of that he did not approach the court എന്ന് കൊടുത്താൽ ഓക്കെ കേട്ടോ. ആതിര അവിടെ ഗ്രാമർ തെറ്റി, ഗ്രാമർ ഒന്ന് ശ്രദ്ധിക്കാം. അപ്പൊ നമ്മൾ ഇത്രയും സമയമായില്ലേ, സമയം കളയുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻസ് ഉണ്ട്, 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് കണ്ടിന്യൂ ചെയ്യാം. അടുത്ത ക്ലാസ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഇത് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം കേട്ടോ. കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള നമ്മൾ ഇനി ക്വസ്റ്റ്യൻസ് ഉണ്ട്, 2 ക്വസ്റ്റ്യൻ അല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ ഗ്രാമർ മിസ്റ്റേക്ക് വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക, അതിന് നിങ്ങൾക്ക് മാർക്ക് പോകും. ആൻഡ് choosing the vocabulary that you have, ഞാൻ പറഞ്ഞിട്ടില്ലേ, vocabulary നിങ്ങൾ നിങ്ങളുടെ വേർഡ് പവർ